എത്രമാ ഹാജിമാർ മക്കത്തുക്ക് എത്തിയോ ഉള്ളാറ് ഹജ്ജാക്കുക വേണ്ടിയിട്ട്, അതേപോലെ ഇനിയും ഹാജിമാർ ബന്നോ ഉള്ളാറ്, അതേപോലെ ഹജ്ജാക്കുക റെഡിയായിട്ടുള്ളാറ്. അപ്പൊ ഹജ്ജിന്റെ വിഷയത്തിൽ പഠിക്കരുതും ഹജ്ജാക്കുക പോണ്ടെങ്ക ഹജ്ജിന്റെ വിഷയത്തിൽ പഠിക്കരുത്, അതങ്ങനെ മേൽ കഡ്ഡായ ഒരു വിഷയത്തിക്കരുത്. കാരണം ഏതൊരു അമലും ഇസ്ലാം പഠിപ്പാട്ടിയ രൂപത്തിൽ, ഏതൊരു ഇബാദത്തും ഇസ്ലാം പഠിപ്പാട്ടിയ രൂപത്തിലാവണം. ഇബാദത്ത് ഞങ്ങൾക്ക് ബേന്മായ പോലെ ഞങ്ങളുടെ മനസ്സിക്ക് തോന്നിയ പോലെ ആക്കുകയില്ല. അള്ളാഹും റസൂലും എങ്ങനെ ഇബാദത്താക്കുക പഠിപ്പാട്ടിര അതേപോലെ ഇബാദത്താക്കുക ഇത്തിക്കർ ഇസ്ലാം ഞങ്ങൾക്ക് പഠിപ്പാട്ടു. അപ്പൊ അത് കഴിത്ത് ഹജ്ജ് ആക്കുക പോണ്ട ഒരാൾക്ക് ഹജ്ജിന്റെ വിഷയം പഠിക്കരുത് വാജിബ ഇത്തിക്കർ കഡ്ഡായ ഇത്തിക്കർ. അപ്പൊ അത് കഴിത്ത് ഇത്തിക്കർ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഹജ്ജിക്ക് പോണ്ടങ്ങ എന്തിരെ അങ്ങ് ഹജ്ജിൽ ആക്കണായത് എന്തിരെ ആക്കുക തീരാത്തത് ഇതെല്ലാത്തെ വിഷയത്തിൽ ഒരു ചുരുക്കിട്ട് ഷോർട്ടായിട്ടുള്ള ഒരു ക്ലാസ് എത്തിക്കർ ഇന്നത്തെ ഈ ഒരു ക്ലാസ്. നമുക്ക് പിടിയുള്ള പോലെ ഇസ്ലാം ഒരു അഞ്ചാമത്തെ പില്ലർ എത്തിക്കർ ഹജ്ജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടേ 5 വിഷയത്തിലേറ്റിക്കർ. ഇസ്ലാമിന്റെ പില്ലർ 5 വിഷയം. അതിൽ അഞ്ചാമത്തെ പില്ലർ എത്തിക്കർ ഹജ്ജ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊന്ന പോലെ വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല, അല്ലാഹു ഗൈത്ത് ഹജ്ജാക്കു ഗൈത്ത് ആ അല്ലാഹുവിന്റെ ബൈത്തുക്ക് അല്ലാഹുവിന്റെ ഔത്തുക്ക് നിങ്ങൾ പോണു. മൻ ഇസ്തതാഅ ഇലൈഹി സബീല, ആർക്ക് താക്കത്തുണ്ട അങ്ങ് പോണു ചൊന്തേ തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നമുക്ക് പഠിപ്പാട്ടു. അതേപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അയാൾ കാബ കെട്ടിയതിൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട് ചൊന്തു വഅദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീക്, നീന് ആൾമാരെ ഹജ്ജ് കൈത്ത് വിളിക്കണു അനൗൺസ് ആക്കണു ചൊന്തു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോട് ചൊല്ലു. അപ്പൊ ആ സന്ദർഭത്തിൽ തഫ്സീറിൽ നമുക്ക് കാണ്ട് ഇബ്രാഹിം നബി അള്ളാഹുനോട് കേൾക്കർ, അള്ളാഹുവെ ഞാൻ ഊടെ നിന്റെ വിളിച്ചെങ്ക് ആൾമാരല്ല ഓരോരു ജാഗ്യത്തെ ഓരോരു രായത്തെ ബണ്ടമ നന്റെ സൗണ്ട് അങ്കി എത്ര. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയോട്ടിക്ക് ചൊന്നെന്ದ್ರೆ നീನು ಬಿಲ್ಕಿರ್ದು ಬಿಲಿ ಎತ್ತುಬಾಟ್ರ ಸ್ವರ ನಂಡದಂತ ಐತಿಕ್ಕರು. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആൾമാരുടെ ഹജ്ജിക്ക് വിളിച്ചിട്ട് അങ്ങനെ ഇണ്ട് ലോകത്ത് ആറല്ല ഹജ്ജിക്ക് പോണ്ടാറ ആ ഹജ്ജിക്ക് പോണ്ടക്ക് എല്ലാവർക്കും ഇബ്രാഹിം നബിയുടെ ബിലി കേട്ടിരുണ്ടൈത്തിക്കർ. ಅದರ ಅರ್ಥ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബിലി ಅಂಕ ಎತ್ತುಬಾಟಿರುಂಟೈತಿಕ್ಕರ್. ಅದರ ಅರ್ಥ അല്ലാഹു സുബ്ഹാനഹു വ തആല ಐತಿಕ್ಕರ್ ಬಿಲ್ಚಿರೆ ആ ബിലി ഇബ്രാഹിം നബിയുടെ മുഖാന്തര പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തര അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരും കാദിಗೆ എത്തുബാട്ടറ ആർക്ക് ಅದಕ್ಕೆ തൗഫീഖ് കിട്ടറ അങ്ങ ആ ഹജ്ജിಗೆ ബിലി ഇൻവൈറ്റ് ആയങ്ങ ഇട്ടിക്കറാങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങലെ ഇൻവൈറ്റ് ആക്കിರ. ಅದಕ್ಕೆ ഇട്ടിക്കറ ഞങ്ങൾ ഹജ്ജിര ടൈമിൽ തൽബിയത്ത് ചൊല്ല റബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിന്റെ വിളികത ഉത്തര തന്നിട്ട് ഞങ്ങളുടെ ഹാജര ഇരാ ചൊല്ല് ഞങ്ങൾ ചൊല്ലിരുന്നെങ്കിൽ ആ ഒരു കാരണത്തിൽ ഇത്തിക്കറ് ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. അതേപോലെ ഹജ്ജിര ഫളായിൽ ചൊല്ലിറങ്ങി എത്രമാ വിഷയ ഞങ്ങൾക്ക് ചൊല്ലുകൊണ്ടു. അപ്പൊ ഇവിടെ മെയിൻ ഉദ്ദേശം ഹജ്ജിര ഫളായിൽ ചൊല്ലതല്ല, ഞങ്ങളുടെ ഉദ്ദേശിച്ചിരുന്നേ ഹജ്ജ് കർമ്മ എങ്ങനെ നിർവഹിക്കരേ ചൊല്ലത് ഇത്തിക്കർ. അപ്പൊ അത് കഴിത്ത് ഹജ്ജിര ഫളായിൽക്ക് ചെമ്മ പോവാണ്ടെ കൊറിയ ഹജ്ജിര ഫളായിലെ വിഷയ മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അതിരെ ആ ഹജ്ജ് അങ്ങനെ നിർവഹിക്കരേ ചൊല്ല വിഷയ ഇത്തിക്കർ ഞങ്ങൾ പിന്നെ മനസ്സിലാക്കുക പോകണ്ടു. ഏതും എല്ലാത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇസ്ലാമിൽ ഏതൊരു ഇബാദത്താക്കരെങ്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യമുണ്ട്. ഒരു മുസ്ലിം അവന് ഇബാദത്താക്കെങ്കിൽ ആ ഇബാദത്ത് സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ 2 കണ്ടീഷനുണ്ട്. ഏതുള്ളത്? ഒന്ന് ഇഖ്ലാസ് വേണം, നല്ല ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് ചൊന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം ആക്കിയിട്ടാക്കിത്തേക്കുന്നു ഏതൊരു അമലും ഞങ്ങൾ ആക്കണായി. അത് ഹജ്ജിലും ഞങ്ങൾ അതിരെന്താക്കണം കാത്തു സൂക്ഷിക്കും. ഹജ്ജാക്കിற സന്ദർഭത്തിൽ അവിടെ യാർത്തിಗೆ ಯಾರು ಎಂದ್ರ ಬಂಡು ರಿಯಾ ಕಡന്നു ಬರೋಗು ಬಂಡು. അതേപോലെ സുമ്അത്ത് ചൊന്നെങ്കിൽ നാ ഒരു ഫേമസ് ആ ഒരു ആൽമാറനറിൽ നാ ഒരു വലിയ ആളവിടെ ചൊല്ലി ആ ഒരു രൂപ ആ ഒരു മനസ്സിൽ ശൈത്താൻ എന്താക്കറ വസ്വാസ് ആക്കറ. അപ്പൊ അതിരെല്ലാം ഞങ്ങൾ എന്താക്കണം കൺട്രോൾ ആക്കി പിടിക്കും. അത് കൈത്തിക്കറ് ഹജ്ജിന്റെ സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആർന്നു ഇന്ന ഒരു ദുആ അല്ലാഹുമ്മ ഹാദിഹിൽ ഹജ്ജ ലാ റിആം ഫീഹി വലാ സുംഅ, അല്ലാഹു ഈ ഹജ്ജ് ഇതിൽ ഒരു റിയാവുമില്ല ഒരു സുമാത്തുമില്ല. സുമാത്ത് ഫേമസ് ആവുന്നില്ല. അപ്പൊ അത് കഴിത്ത്
ഞങ്ങളെ മനസ്സിൽ ഞങ്ങ ഹജ്ജ് അത് അള്ളാഹു കൈത്ത് നാൻ ആക്കറി. വേറെ ആറ് കാട്ടുക അറിയുക ഹാജാറിട്ട് വിളിക്കുക. കുറെ ആൾമാർ അങ്ങനെ ഹാജാറിട്ട് വിളിക്കുന്നു അവന്റെ ഹജ്ജാക്കിയാൽ പിന്നെ അതിലെല്ലാം എന്ത് ഫായിദില്ല. ഇത്രയുള്ള കാശെല്ലാം ಖರ್ಚಾക്കിയിട്ട് ലാക്ക് കണക്കിൽ കാശ് ಖರ್ಚಾക്കിയിട്ട് അങ്ങനെ ഒരു ഹാജാറിട്ട് വിളിക്കൂ. അല്ലെങ്കിൽ സമൂഹത്തെ നടുവിൽ നാ ഓനൊരു ഹജ്ജാക്കിയോന്നും ചൊല്ലൊരു ഉണ്ട്. അങ്ങനെ ആ ഒരു ഇതിൽ പോണ്ടിട്ടായെങ്കിൽ അങ്ങനെ കാസും അങ്ങനെ കഷ്ടപ്പെടുന്നതും എല്ലാം വേസ്റ്റ് ആയി പോകും. അള്ളാഹുര മുട്ട ഒരു കൂലിയും ഇല്ല ചൊല്ലത് നങ് ഗൗരവമായിട്ട് പേടിക്കനായ ഒരു കാര്യത്തേക്ക്. അതേപോലെ കുറെ ആൾമാരുള്ള ചെമ്മ ആൾമാരൊട്ടിക്ക് ഈ ഹജ്ജിക്ക് പോണ്ടേക്ക് മുന്നോലേ നാ ഹജ്ജ് പോണ്ട നക്ക് നന്റെ കയ്യിലായത് നിങ്ങൾ മാഫാക്കൊരു എല്ലാരൊട്ടിക്ക് കിട്ടിയങ്ങളിൽ പിടിച്ച അവನು ചിലപ്പോ അവന്റെ ലൈഫിൽ വർക്ക് ജൻപട്ട് കിട്ടി തിക്കുക അവന്റെ ഒട്ടിക്ക് സമയത്ത് ആ നക്ക് മാഫാക്ക് അങ്ങനെയുള്ള കേൾക്കുന്നുണ്ടില്ല അല്ലേ. ഫാമിലി രംഗ അതേപോലെ ഫ്രണ്ട്സുമാര് എല്ലാം അവന് എവിടെല്ലാം പോയിര് അവിടെ എല്ലാരൊട്ടിക്കും പാടുറി നക്ക് മാഫാക്ക് അങ്ങനെ കേൾക്കുന്നുണ്ടില്ല ഇസ്ലാം. മാഫ് കേക്ക ആർക്ക് ഞങ്ങ ഉപദ്രാക്കിരാണ്ട് ഞങ്ങൾക്ക് മനസ്സിൽ ഗൊಂತುಂಡ അങ്ങനൊട്ടിಗೆ ഞങ്ങ എന്താക്ക മാഫ് കേക്ക. നന്റെ ചൊന്ത് ഇന്ന ആൾക്ക് ಬೇಜಾರಾಯಿರಿ ഇന്ന കാരണത്തിൽ ಬೇಜಾರಾಯಿರಿ അത് അവന് ഗൊಂತುಂಡು അങ്ങനെ സബല അവനൊട്ടിಗೆ ನಾ മാഫ് കേക്കറ. എത്രത്തോളം മാഫ് കേക്കില്ല ചൊന്ന ഉലമാക്കന്മാർ ചൊല്ല. ഇപ്പൊ ഞങ്ങൾ ഒരാളെ ഗീബത്ത് ചൊന്ന അവനക്ക് അത് ಬಿಡಿಲ್ಲ ನಾ ചൊന്നത്. അപ്പൊ സമയത്ത് അവനൊട്ടിಗೆ ഞങ്ങൾ മാഫ് കേക്കു തീരാണ്ടേ തിക്കറി ചൊല്ല. കാരണം എന്തേ മാഫ് കേക്ക് പോയി അവനക്ക് ಯಾರು ಅರ್ಥ ഓ നന്റെ വിഷയത്തിൽ ഇങ്ങനെ ചൊന്നറേ നീന് അവന് ഗൊಂತಿല്ലാത്ത വിഷയം. അപ്പൊ അങ്ങനെ ഉണ്ടായെങ്കിൽ അവനൊട്ടിಗೆ ഞങ്ങൾ മാഫ് കേൾക്കുന്നുണ്ടില്ല. അള്ളാഹുരൊട്ടിಗೆ ഞങ്ങൾ മാഫ് കേട്ട് മടങ്ങിയ മയവും ആയെങ്കിൽ അത് ഗൊಂತೈತು അവനക്ക് അതിൽ ಬೇಜಾರಾയിട്ടുണ്ടായെങ്കിൽ അവനൊട്ടിಗೆ ഫസ്റ്റ് ഞങ്ങൾ മാഫ് കേൾക്കും. പിന്നെ ഇത്തിക്കർ അള്ളാഹുരൊട്ടിಗೆ മാഫ് കേക്ക്. അപ്പൊ ഏതായെങ്കിലും ഞങ്ങൾ മാഫ് കേൾക്കുന്ന വിഷയത്തിലും എന്താക്കുന്നു. ഇനിയിപ്പോ മാഫ് കേൾക്കരെങ്കും നാ ഹജ്ജിക്ക് പോണ്ട വിഷയം ചൊല്ലണോണ്ടുണ്ടാ ഇല്ല. നന്റെ ഇതിൽ എന്തായെങ്കിൽ മാഫാക്കിത്ത അപ്പൊ ഹജ്ജിന് പോണ്ടേ അങ്ങനെ ചൊല്ലണോട്ടില്ല. ചൊല്ലാറൊട്ടിಗೆ എല്ലാ തന്റെ മുട്ടത്തെ ആൾമാരൊട്ടിಗೆ അബ്ബ ഉമ്മ അതേപോലെ നെരക്കര ഇങ്ങനെ കുറെ ആൾമാരൊട്ടിಗೆ ಎಲ್ಲ ಅಂಟೆ ചൊന്നിങ്ങ ഓണ്ടെന്താ സഡൻ കാണാണ്ട എവിടെ പോയിരാണ്ട് അങ്ങനെ പേടിക്കോ തീരാങ്ങ. അപ്പൊ അത് കൈത്തോറ് മുട്ടത്തെ ആൾമാരൊട്ടിಗೆ ചൊല്ലല്ലാണ്ട് എല്ലാരൊട്ടിಗೆ ഇങ്ങനെ പാടി നടക്കരേ വാട്സപ്പിൽ ഇട്ടേ മെസ്സേജ് സ്ಟೇಟಸ್ വയ്ക്കരേ ഇതെല്ലാം വേണുണ്ടില്ല. ഇതെല്ലാം എന്താവു റിയാ ബറഗു കാരണാവും. അപ്പൊ അത് കൈത്ത് റിയാ ബറഗു കാരണാವ್ರೆ ഒരു സ്വരം ഞങ്ങളിൽ നിന്ന് ഉണ്ടാവാണ്ടിക്കൂ ഞങ്ങൾ ജാഗ്രത ആക്കുന്നു. ഒന്നത്. രണ്ടാമത്തേത് ഒരു അമല് സ്വീകരിക്കുന്നുണ്ടായെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്ത് ഇത്തിബാഉർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ഇത്തിബാ ആക്കിയിട്ടിക്കുന്നു ഞങ്ങൾ ഹജ്ജാക്കുണായി ഇബാദത്താക്കുണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിറ അങ്ങനെ ഉണ്ടായി നാ ആക്കിറ നബി ആക്കിട്ടില്ലേ അങ്ങനെ ഉണ്ടായി നാ ആക്കില്ല അത് ഇട്ടിക്കറ് അവണാക്കിയാന ഓണാക്കിയാന അവിടെ കുറേ ആൾമാർ പണ്ടാറ് ആഫ്രിക്കത്തങ്ങ സൊമാലിയത്തങ്ങ അല്ലെങ്കിൽ ಬೇರೆ എവിടെയെങ്കിൽ ഏതാ ഒരു ರಾಯತ್ತങ്ങ ചൈനത്തങ്ങ എല്ലാ ರಾಯತ್ತങ്ങ പണ്ടാറ് അങ്ങനെ ഒന്നൊന്നും എന്തെല്ലാം ആക്കി വിൽക്കറാറ്. അപ്പൊ അത് നോക്കിയിട്ട് അവൻ അതാക്കിയുള്ള നാണു ആക്കറേ അങ്ങനെ എന്തും ഇല്ല. ചിലപ്പോ ജാഹിൽമാർ ഇക്കറാറ് എന്തും പിടിയില്ലാത്തങ്ങ ഇക്കറാറ്. അപ്പൊ അതൊക്കെയല്ല ഞങ്ങൾ എന്താക്കണു ജാഗ്രത ആക്കണം. ഞങ്ങൾ നോക്കുകൊള്ള എന്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിറ അതേപോലെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആക്കുക ചൊന്നറാ ചൊല്ലത് ഇട്ടിക്കർ. അപ്പൊ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തിബാ ആക്കരെങ്കിൽ അവിടെ ഇത്തിക്കറെന്തവരെ ഞങ്ങൾ ഹജ്ജ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്സെപ്റ്റ് ആക്കറേ. അപ്പൊ ഇതിരെ മഹത്വ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചെങ്കിൽ ഞങ്ങൾക്ക് എന്താവും ചിലപ്പോ ആ റിയാ ഇല്ലാണ്ടവർ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മഹത്വ ഹജ്ജാക്കരുതരെ മഹത്വ ഒന്ന് രണ്ട് ഞങ്ങൾ മനസ്സിലാക്കുകയുള്ളത്. ഒന്നാമത്തേത് എന്തേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ ഹജ്ജിക്ക് സ്വർഗല്ലാണ്ട് വേറെന്തോ ഇല്ല. ಅದಕ್ಕೆ ബദലായിട്ട് അല്ലാഹു സ്വർഗല്ലാണ്ട് വേറെന്തു കൊടുക്കുകയില്ല. അത്ര മഹത്വമുള്ളതായിട്ടിക്കര് ഹജ്ജുൽ മബ്റൂർ. മബ്റൂറായ ഹജ്ജ്. മബ്റൂറായ ഹജ്ജ് ചൊന്നെങ്കിൽ ഒരു ബെഡ്കത്തറില്ലാത്ത അതേപോലെ വേണ്ടാത്ത പൽക്കില്ലാത്ത അങ്ങനത്തെ നല്ല ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഹജ്ജ് കൈത്തിക്ക ഹജ്ജുൽ മബ്റൂർ. ചിലപ്പോ അവിടെ ഞങ്ങൾക്ക് സൗകര്യം കിട്ടാണ്ടാവുമ്പോ അർസ ಬಂದಾಮತ್ತಿಗೂ ಎಂದ್ರ ಇದು അങ്ങനെ ಬಾಯಿಲ್ ಎಂದೆಲ್ಲ ಬಂದು പോവും. അപ്പൊ ಅದರೆಲ್ಲ ಜಾಗೃತ ಆക്കും. ആ എത്ര സബുർലു നല്ല രീതിയിൽ ഹജ്ജാക്കുക ഞങ്ങൾ ശ്രദ്ധിക്കണം. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് ഹജ്ജുൽ മബ്റൂർ ആവും. ആ ഹജ്ജുൽ മബ്റൂറുgu സ്വർഗല്ലാണ്ട് വേറൊരു പ്രതിഫലം ഇല്ലാണ്ട് എത്തിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഹദീസ് മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ്. ആറ് ഹജ്ജിൽ
ಬೇಂಡಾತ್ತ ಪಲ್ಕಮ ಬೇಂಡಾತ್ತ ಸ್ವರಮ ಇಲ್ಲಾಂಟೆ നല്ല രീതിയിൽ ഓർത്ത് ഹജ്ജാക്കിണ്ടായെങ്കിൽ റജഅകമ വലദതുഹു ഉമ്മുഹു അവന്റെ ഉമ്മ അവന്റെ പെത്ത് വന്ന പോലെ ക്ലീൻ ആയിട്ട് അവൻ ബണ്ടാണ്ട് എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ട് അല്ലേ. ഞങ്ങളെ ഉമ്മ ഞങ്ങളെ പെത്ത് പറമ്പത്തു ഞങ്ങൾ ചെറിയ കിടാവായിട്ട് ഈ ദുനിയാവുമ്പോൾ ഞങ്ങൾ പെത്ത് പറയുമ്പോ എങ്ങനെ ഞങ്ങളെ മനസ്സ് ക്ലീനിക്കറ അത്ര ക്ലീൻ ആയിട്ട് ഞങ്ങൾ മടങ്ങി ബണ്ടാണ്ട് എത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അപ്പൊ അത്ര വലിയ പ്രതിഫലം എത്തിക്കറതില്ല. ഈവൻ അദ്ദുനൂബുൽ കബായിർ വലിയ വലിയ തപ്പാക്കി തിന്നെങ്കും അത് മാഫാവുണ്ട് എത്തിക്കറ് കുറെ ഉലമാക്കന്മാർ ഞങ്ങൾക്ക് പഠിപ്പാട്ട്. അപ്പൊ അത് കഴിട്ട് ഞങ്ങളെ മനസ്സ് ക്ലീൻ ആയിട്ട് നല്ല ഒരു ഉമ്മ പെറ്റ മക്കളെ പോലത്തെ ക്ലീനായ ആ മനസ്സിനെ ഉടമായിട്ട് ഞങ്ങൾ റിട്ടേൺ പറഞ്ഞുണ്ടായെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാട്ടി തന്ന പോലത്തെ നല്ല രീതിയിലുള്ള ഹജ്ജായി തീരണു ചൊല്ലത് ഞാൻ ഗൗരവമായിട്ട് പഠിക്കണായ മനസ്സിലാക്കണായ ഒരു കാര്യം എത്തിക്കണം. അപ്പൊ ഹജ്ജിക്ക് പോണ്ടേക്ക് മുന്നോളൂ ഈ എല്ലാ വിഷയം ഞങ്ങൾ തലലിക്കോണം. ഇനി ഹജ്ജ് ചൊന്നിങ്ങെന്ത്രേ ഹജ്ജ് ചൊന്നിങ്ങെന്ത്രേ അതിലെ ഉലമാക്കന്മാർ വിശേഷിപ്പിക്കരെ പ്രത്യേകമായ ടൈമിൽ പ്രത്യേകമായിട്ട് മസ്ജിദുൽ ഹറമില് ലക്ഷ്യം വെച്ച് പോണ്ടേക്ക് എത്തിക്കണ ഹജ്ജ് ചൊല്ലും. പ്രത്യേകമായ ടൈമുണ്ട്, എല്ലാ ടൈമിലാവില്ല. അതേപോലെ പ്രത്യേകമായിട്ട് മസ്ജിദുൽ ഹറമില് ലക്ഷ്യം വെച്ച് പോണ്ടേ. സാധാരണ രീതിയിൽ മസ്ജിദുൽ ഹറമുക്ക് പോണ്ടല്ല, അതിക്ക് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്. അങ്ങനെ വെച്ച് പോണ്ടേക്ക് എത്തിക്കറ് ഹജ്ജ് ചൊല്ലറ്. ഉംറ അങ്ങനല്ല. ഉംറ നമുക്ക് ഏത് ടൈമിലും ഏത് തിങ്കളിലും ഏത് നാളിലും നമുക്ക് പോവാ, അത് ഇട്ടിക്കറ ഉംറ. ഹജ്ജ് അങ്ങനല്ല. ഹജ്ജ് അതിക്ക് പ്രത്യേകമായ ടൈമുണ്ട് അല്ലെ. ഹജ്ജിന്റെ ടൈം സ്റ്റാർട്ട് ആവരപ്പ ഷവ്വാലിനെ പിടിച്ചിട്ട് ഷവ്വാൽ, ദുൽഖാദ, ദുൽഹിജ്ജ ഈ 3 തിങ്കള് ഹജ്ജിന്റെ തിങ്കളെ എത്തിക്കുക. അപ്പൊ ചൊന്നിങ്ങെന്തേ ഹജ്ജ് അവിടെ പിന്നെ തവാഫക്ക് പോണ്ടിട്ടല്ല. ഷവ്വാലിന്റെ ടൈം സ്റ്റാർട്ട് ആവും. ഷവ്വാലിലെ തിങ്കൾ ടൈം സ്റ്റാർട്ട് ആവും ചൊന്നെങ്കിൽ ഒരാൾക്ക് ഇപ്പൊ തമത്വായ ഹജ്ജാക്ക് ഉണ്ട്. അപ്പൊ തമത്വായ ഹജ്ജ് ചൊന്നെന്ത് ഫസ്റ്റ് ഉംറാക്കിയിട്ട് പിന്നെ ഹജ്ജാക്കരെ. അപ്പൊ ഒരാൾക്ക് ഷവ്വാലിലെ പോവാ. ഷവ്വാലിലെ പോയിട്ട് അയാൾക്ക് എന്താക്ക ഉംറാക്കിയിട്ട് അവിടെ തഹല്ലുലായിട്ട് മക്കത്തിൽ തേക്ക. പിന്നെ ഹജ്ജിരെ ദുൽഹിജ്ജ 8 അയാൾക്ക് എന്താക്ക ഹജ്ജാക്ക. അപ്പൊ ഷവ്വാലിലെ എന്താക്ക അതേ ടിക്കറ് ഷവ്വാലിന്റെ ടൈം സ്റ്റാർട്ട് ആവറേ ചൊന്നി. അപ്പൊ ഈ 3 തിങ്കള് ഹജ്ജിന്റെ ടൈം തിങ്കളെ തിക്കറെ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു നോക്കുറാൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് ചൊല്ലത് അത് അറിയപ്പെട്ട തിങ്കളിൽ മാത്രമേ തിക്കറ്, എല്ലാ തിങ്കളിൽ അത് ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ജീവിതത്തിൽ എത്ര വട്ട ഹജ്ജാക്കിയത്? ഒരേ വട്ട, ഹജ്ജത്തുൽ വദാ അല്ലെ, ലാസ്റ്റ് ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് ഹജ്ജും ലാസ്റ്റ് ഹജ്ജും അതല്ലാത്ത വേറെ ഹജ്ജാക്കിയിട്ടില്ല. അതേപോലെ ഉംറ എത്ര വട്ടാക്കിയത്? 4 വട്ട. 4 വട്ടം ഉംറാക്കിയത്. ഹിജ്റ 6, ഹിജ്റ 7, ഹിജ്റ 8, ഹിജ്റ 10 ഇങ്ങനെ 4 വട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറാക്കിയത് ചൊല്ലുന്നത് നമുക്ക് മനസ്സിലാവും. ഹജ്ജിലെ ഹുക്കും എന്തേ നമുക്ക് എല്ലാവർക്കും പിടിയുണ്ട്. ഒരാൾക്ക് താക്കത്ത് എത്തിയിട്ടുണ്ടായെങ്കിൽ അവന്റെ മേലെന്താ അത് വാജിബാവും. താക്കത്തെത്തിയിട്ട് മാത്രമല്ല, ഒരാൾക്ക് ഹജ്ജാക്കുന്നുണ്ടായെങ്കിൽ 6 കണ്ടീഷൻ വേണം. 6 കണ്ടീഷൻ ഒട്ടികയെങ്കിൽ അതുകൊണ്ട് അയാൾ ഹജ്ജ് എന്താവും വാജിബാവും. ഏതല്ല 6 കണ്ടീഷൻ? 1 ഇസ്ലാം, മുസ്ലിം ഐത്തിക്കും. മുസ്ലിം ആയവനു മുസ്ലിം അല്ലാത്തവൻ ഹജ്ജാക്കിയിട്ട് കാര്യമില്ല. അപ്പൊ മുസ്ലിം ആയവനു ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തേത് അക്കല്, ബുദ്ധിയുള്ളവനാവണം. ബുദ്ധിയില്ലാത്ത പെద్దമാർക്ക് അതേപോലെ പിറാന്തമാർക്ക് ഹജ്ജാക്കിയിട്ട് കാര്യമില്ല. മൂന്നാമത്തേത് അൽ ബുലൂഗ്, ബുലൂഗ് എത്തിക്കണം. അങ്ങനെ ഉണ്ടായെങ്കിൽ ബുലൂഗ് എത്താത്തങ്ങ മുമഗീസായങ്ങ ബുലൂഗ് എത്താത്ത കുറേ ചെറിയ മക്കിക്കറാറ് ಅಂಕ ಹಜ್ಜಾಕಿ ಅಂಕ ಅದರ ಕೂಲಿ ಉಂಡು ಮಾತ್ರ ಅಂಗಲ ಮೇಲೆ ಎಂದ್ರಿಲ್ಲ ಒಡೆ ಚೊನ್ನುಲ್ಲ ಎಂದ್ರೆ ಕಡ್ಡಾಯത്തെ ವಿಷಯ ವಾಜಿಬಾಯ ವಿಷಯ അപ്പോൾ വാജിബാവുന്നുണ്ടായി ബുലൂഗ് എത്തിട്ടിക്കൊണ്ട്. നാലാമത്തേത് കമാലുൽ ഹുറിയ്യ, അടിമയായിട്ടിക്കോത്തീറ, പിന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരാളെ ഇട്ടിക്കൊണ്ട്. മുന്നത്തെ കാലത്തിൻ്റെ അടിമമാരുടെ സമ്പ്രദായം ഇണ്ടതില്ല. അപ്പൊ നാലാമത്തെ കണ്ടീഷൻ അതെത്തിക്കുക. അഞ്ചാമത്തേത് അൽ ഇസ്തിത്വാ, സാധ്യ ഉള്ളവണാവണം. സാധ്യ ഉള്ളവണ് ചെന്ന രണ്ട് സാധ്യ ഉള്ളത്. ഒന്ന് അൽ ഇസ്തിത്താഉൽ മാലിയ, പിന്നെ ഒന്ന് അൽ ഇസ്തിത്താഉൽ ബദനിയ. സമ്പത്ത് കൊണ്ട് സാധ്യമുള്ളവണാവണു, തടി കൊണ്ട് സാധ്യമുള്ളവണാവണം. ഈ രണ്ട് സാധ്യം അവണ്ടൊട്ടിക്ക് വേണം. സമ്പത്ത് ചിലപ്പോൾ നല്ല സമ്പത്തിക്കു ആരോഗ്യക്കാല, അപ്പൊ അവന്റെ മേലെന്തല്ല കഡ്ഡായല്ല. ചിലപ്പോൾ നല്ല ആരോഗ്യക്കു സമ്പത്തിക്കാല, അങ്ങനെയെങ്കിലും അവന്റെ മേൽ കഡ്ഡായല്ല. അപ്പൊ ഇത് രണ്ടു ഒട്ടിಗೆ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ അവന്റെ മേൽ ഹജ്ജ് നിർബന്ധമാവും.
ಆರಾಮತ್ತದು ಪೆಣ್ಣಿಂಗಗೆ ಮಾತ್ರ ಉಳ್ಳದೈತಿಕ್ಕರು ಅದಂದ್ರೆ ಮಹರಮ್ ಬೇಣು ಪೆಣ್ಣಿಂಗಲೊಟ್ಟಿಗೆ ಮಹರಮ್ ಇಕ್ಕೋನು ಮಹರಮ್ ಇನ್ನ ಪೆಣ್ಣಿಗೆ ಹಜ್ ಈ ಎಲ್ಲ 5 ಕಂಡೀಷನ್ ಒಟ್ಟಿಗೆ ಇತ್ತು ಪಿನ್ನ ಆರಾಮತ್ತದು ಮಹರಮ್ ಇನ್ನಿಂಟ ಆ ಪೆಣ್ಣಿಗೆ ഹജ്ജ് എന്താവൂ വാജിബാവൂ ചൊല്ലതൈറ്റിക്കറ് ഞങ്ങൾ മനസ്സിലാക്കുള്ളൂ ഇനിയുള്ളത് ഹജ്ജ് എങ്ങനെ നിർവഹിക്കറ് ഹജ്ജ് എങ്ങനെ ഞങ്ങ ആക്കറ് ഇവിടെ ഹജ്ജ് ആക്കറേക്ക് മുന്നോളൂ ഞങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കി വെക്കണായത് 5 ജാഗ ഹജ്ജ് ആക്കുക 5 ജാഗ ഞങ്ങളെ തലയിൽ ഞങ്ങൾ വയ്ക്കണം ഒന്നാമത്തേത് മീഖാത്ത് രണ്ടാമത്തേത് മസ്ജിദുൽ ഹറം മൂന്നാമത്തേത് മിന നാലാമത്തേത് മുസ്ദലിഫ അറഫ അതേപോലെ അഞ്ചാമത്തേത് മുസ്ദലിഫ ഈ 5 ജാഗയിൽ എത്തിക്കറ് കൂടുമ്പോ എത്തിക്കറ് ഇതിലെല്ലാത്തിലും ഹജ്ജും ഉംറെല്ലാം നടക്കറ് ഉംറ മീക്കാത്തും മസ്ജിദുൽ ഹറം മാത്രമായവർ മാത്രം ഹജ്ജിക്ക് ബാക്കിയുന്ന 3 മിന മുസ്ദലിഫ അറഫ ഇത് 3 ഹജ്ജിൽ ഉൾക്കൊള്ളുന്നതായ ഒരു ജാഗ എത്തിക്ക് ഓക്കെ ഇനി അതിൽ ഒന്നാമത്തേത് ഞങ്ങൾ എന്താ ചൊന്നേ മീക്കാത്ത് എത്തിക്ക് അപ്പൊ ഒന്നാമത്തേത് മീക്കാത്ത് എത്തിക്കറ് എത്ര മീക്കാത്തുണ്ട് ടോട്ടൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മീക്കാത്ത് ചെന്നേಂದ್ರೆ മസ്ജിദുൽ ഹറമിಗೆ ಎಂಟರ್ ಅವರೇಕು ಮೊದಲು ಎಂದ್ರ ಉಂಡು ಅದು ನಂಗ അവിടെ ನಂಗ ಆ ഹജ്ജ് കാവട്ടു ഉംറത്ത് കാവട്ടു പോണ്ടേക്ക് ആ മക്കത്തുക്ക് പോണ്ടേക്ക് ಮೊದಲು ഞങ്ങൾ ഇഹ്റാം കെട്ട ജാഗ അല്ലേ ഞങ്ങ ഇഹ്റാം കെട്ടുകൊണ്ട് ഇഹ്റാം ഡ്രസ് ഇട്ടിട്ട് ആ നിയത്ത് വെക്കുകൊണ്ട് ആ നിയത്ത് വെച്ചാൽ പിന്നെ എത്തിക്കറ് എന്താ ഞങ്ങ പിന്നെ ആ മസ്ജിദുൽ ഹറമിന്റെ ബൗണ്ടറിക്ക് പിന്നെ പോണ്ടേ മസ്ജിദുൽ ഹറം ബൗണ്ടറി അല്ല ബൗണ്ടറി എത്രമാ ദൂര മീക്കാത്തിക്കറ് ആ മീക്കാത്ത് പർത്തിന്നങ്കൈത്തിക്കറ് ഈ മീക്കാത്ത് എന്താക്കുള്ളേ ശ്രദ്ധിക്കുള്ളേ അപ്പൊ ടോട്ടൽ എത്ര മീക്കാത്തുണ്ടു 5 മീക്കാത്ത് എത്തിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടി ഒന്നാമത്തേത് ദുൽഹുലൈഫ ഇതെല്ലാം നിങ്ങൾ അറിയണുണ്ടില്ല ഞങ്ങൾ മീക്കാത്ത് മാത്രം അറിഞ്ഞമ്മയോ ദുൽഹുലൈഫ അഹ്ലുൽ മദീന മദീനത്തെ ആൾമാർഗുല്ലേ മീക്കാത്ത് എത്തിക്കർ മദീനത്തെ ഒരാൾ ഇപ്പൊ റായത്തങ്ങ ചില ആൾമാർ എന്താക്കാറ് സീത മദീനത്തുക്ക് പണ്ടാർ മദീനത്തെ പിന്നെ മക്കത്തുക്ക് എന്താ പറയുക പോണ്ടേ അല്ലേ അജ്ജാക്കൂ അപ്പൊ അങ്ങ എവിടെ എന്താക്കൂ അങ്ങ എവിടെ ഇതാക്കൂല്ലേ മീക്കാത്ത് അങ്ങനെ മീക്കാത്തേത് ദുൽഹുലൈഫ മദീന കടന്നിട്ട് തെല്ല് നേരത്തിലേക്ക് ഇട്ടു ചമ്മ ദൂര പോണിട്ടില്ല ദുൽഹുലൈഫക്കും മക്കത്തുക്ക് ഉള്ള ദൂര 400 കിലോമീറ്റർ ഉണ്ട് എല്ലാത്തന്റെ ദൂരത്തെ മീക്കാത്ത് ദുൽഹുലൈഫ എത്തിക്കുന്നത് അപ്പൊ ദുൽഹുലൈഫ മദീനത്തെ ആൾമാർഗുള്ള മീക്കാത്ത് എത്തിക്കുന്നത് അങ്ങ് അവിടെ എന്താക്കുള്ളേ ഇഹ്റാം കെട്ടിട്ട് നിയത്ത് വെച്ചിട്ട് ഇഹ്റാമിക്ക് എൻ്റർ ആവുള്ളൂ രണ്ടാമത്തേത് അൽ ജുഹ്ഫ ചൊല്ലെ ആ ഒരു മീക്കാത്ത് അത് അഹ്ലു ഷാമിലുള്ള ആൾമാർക്ക് അപ്പുറത്തെ വെസ്റ്റേൺ കൺട്രിയിലുള്ള ആൾമാർക്ക് മിസ്ർ അപ്പുറത്തെ ഭാഗത്തുള്ള ആൾമാർക്ക് എല്ലാത്തും ആ ജുഹ്ഫ ചൊല്ലെ മീക്കാത്ത് എത്തിക്കർ മൂന്നാമത്തേത് യലംലം അത് യമൻറ ആൾമാരുടെ മീക്കാത്ത് എത്തിക്കർ യമൻറ ഭാഗത്ത് പണ്ടേ ആൾമാരുടെ മീക്കാത്ത് എത്തിക്കർ ഇന്ത്യ തങ്ക് ഏത് മീക്കാത്ത് യലംലം അല്ല ചമ്മറ്റ ആൾമാർ തപ്പ് ധരിച്ചു വെച്ചത് അല്ലെ യലംലം എത്തിക്കർ ഇന്ത്യ തങ്ങളെ മീക്കാത്ത് അല്ല മുന്നോലത്തെ കാലത്തിൽ അങ്ങനെ ഇന്ന് മുന്നോലത്തെ കാലത്ത് കപ്പലിൽ വന്നോ ഇന്ന് ഹജ്ജ് അപ്പൊ ആ ടൈമിൽ യലംലം എത്തിക്കറി മീക്കാത്ത് എത്തിന്നെ മാത്രം ഇപ്പൊ ഫ്ലൈറ്റിൽ വേണ്ട സബിൾ ഫ്ലൈറ്റ് സീതയോടെ പോണ്ട് ജിദ്ദത്ത് പോണ്ടു അപ്പൊ ജിദ്ദത്തുക്ക് പാസ് ആകുമ്പോഴത്തോടെ തോയിഫായിട്ട് എത്തിക്കറി ഫ്ലൈറ്റ് പാസ് ആവുക അപ്പൊ തോയിഫിലുള്ളേ ഏത് കർണൂൽ മനാസിൽ എത്തിക്കറി ഇന്ത്യ തങ്ങളെ മീക്കാത്ത് അത് പിന്നെ അവിടെ ഫ്ലൈറ്റിൽ എന്താക്കാറ് അനൗൺസ് ആക്കാറ് അപ്പൊ അവിടെ അങ്ങ് എന്താക്കണം ഫ്ലൈറ്റിൽ നീയത്ത് വെച്ചെങ്കൈത്ത് ಅದಕ್ಕೆ മുന്നോലത്തെ എയർപോർട്ടിൽ കുളിച്ചിട്ട് ആ ഡ്രസ്സ് ഇട്ടുണ്ടായെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് പത്തുമ്പോ ആ ഇഹ്റാമിന്റെ ഡ്രസ്സിലെ പറ്റിയെങ്കിൽ പിന്നെ ഫ്ലൈറ്റ് ആ മീക്കാത്തിൽ ഇങ്ങനെ പാറുമ്പത്തുകു അവിടെ അനൗൺസ് ആക്കാറ് ആ അനൗൺസ് ആക്കുന്ന സന്ദർഭത്തിൽ അങ്ങ് അവിടെ എന്താക്കുന്നു നീയത്ത് വെച്ചിട്ട് ഇഹ്റാമുക്ക് എൻ്റർ ആവണം അപ്പൊ ഇത് ഇന്ത്യ തങ്ങളെ വിശേഷമുണ്ട് അപ്പൊ ഏതായെങ്കിലും യലംലം എത്തിക്കർ മൂന്നാമത്തെ മീക്കാത്ത് നാലാമത്തെ മീക്കാത്ത് ഇറാഖിലെ ആൾമാരുടെ മീക്കാത്ത് എത്തിക്കർ ഇറാഖും ഇറാഖിന്റെ ഭാഗത്തുള്ള മുട്ടത്തുള്ള ഈസ്റ്റേൺ കൺട്രിയിലുള്ള ഏതെല്ല കൺട്രി ഉണ്ട് അങ്ങനെയുള്ള മീക്കാത്ത് ഇറക്കൈത്തിക്ക് അഞ്ചാമത്തേത് നാണ് ഇപ്പൊ ചൊന്ന പോലെ കർണുൽ മനാസിൽ തോയിഫിലുള്ളത് അത് ഞങ്ങൾ ഊഡ്രങ്ങളെ മീക്കാത്ത് അതേ ಐತಿಕ್ಕರು ജുബൈലിന്റെ പോണ്ടങ്ങ ദമ്മാമിന്റെ പോണ്ടങ്ങ റിയാദിന്റെ പോണ്ടങ്ങ എല്ലാരും ആ മീക്കാത്തിലെ ಐತಿಕ್ಕರು പോയിട്ട് എന്താക്കുള്ളേ ഇഹ്റാം കെട്ടുകൊള്ളേ കർണുൽ മനാസിൽ തോയിഫിലുള്ളത് അപ്പൊ ഞങ്ങള് മീക്കാത്തേത് മനസ്സിലായിത്തല്ലേ ഏത്
കർണുൽ മനാസിൽ ഇന്നത്തെ അതിന്റെ പേര് അസൈലുൽ കബീർ ഉണ്ടായിത്തിക്ക്. അപ്പൊ അവിടെ പോയിട്ട് ഞങ്ങൾ എന്താക്കുള്ളേ ഇഹ്റാം കെട്ടുകൊള്ളി. അപ്പൊ ഊടെ ഭർത്താവുമ്പോ ഔത്തിലെ കുൽച്ചിത്ത് ഞങ്ങൾക്ക് എന്താക്കാം ഭർത്താവ ഊടെ ഭർത്താവുമ്പോ ഔത്തുലു ഇഹ്റാമിനെ കുലിച്ച് ഭർത്താവ് റങ്ക് അങ്ങനെ ഭർത്താവ പ്രോബ്ലം ഇല്ല. ഇനി ഇഹ്റാം ആ മീക്കാത്തുക്ക് പോയിട്ട് ഒരാൾക്ക് കുലിക്കു വേനുണ്ടായി അവിടെ കുലിക്കാം എങ്ങനെ മാവും പെനിങ്ങ യാറ ഔത്തുൽ കുലിച്ചിട്ട് റെഡി ആവുന്നതായിട്ടിക്കറ് ഇഹ്റാമിനെ കുലി എന്താക്കണു പെനിങ്ങ ഔത്തുൽ കുലിക്കരുതായിട്ടിക്കറ് എന്തേ ഹൈറായിട്ടുള്ളത് അവിടെ പെനിങ്ങക്ക് കഷ്ടവും. ആണികൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഔത്തുൽ കുലിക്കരം കുലിക്ക അവിടെ വെയ്ത്ത് കുലിക്കരം കുലിക്കാം. അവിടെ വെയ്ത്ത് കുലിക്കരം കുലിച്ചിട്ട് ഒതുവാക്കിത്ത് ഇഹ്റാമിനെ ഡ്രസ് ഇടണം. ഇഹ്റാമിന്റെ ഡ്രസ്സ് പിടിയുണ്ടല്ലേ ഉംറ പോയി നമുക്ക് പിടിയുണ്ടത് എന്തേ ജണ്ട് തുണിയെത്തിക്കർ അത് വെൽത്തതാവറതു സുന്നത്തൈറ്റിക്കർ. ആ ജണ്ട് തുണിരെ ഒന്ന് മുണ്ടായിട്ടിടണു, രണ്ടാമത്തത് ഞങ്ങളെ ഷോൾഡർക്ക് ഇടണം, ഫുള്ള് കവർ ആക്കിയിട്ട് ഷോൾഡർക്ക് ഇടണം. ഇതായിട്ടിക്കർ ആണിങ്ങള് ഇഹ്റാമിന്റെ ഡ്രസ്സ് വേറെ എന്തും ഇടവില്ല. വേറെ തുണ്ണൂറ് ഒരു വസ്തും തുന്നിയതായ ഒരു ഡ്രസ്സും ഇടവില്ല. ചെറുപ്പ് നെറിയാണ്ട് കീഴുള്ളേ ചെറുപ്പിടുന്നു, നെറിയാണി കവർ അവിടെ ഷൂ അല്ലെ അങ്ങനത്തെ എന്തും ഇടോ തീര, തുണ്ണുള്ള ഷൂ ഇടോ തീര, ചെറുപ്പ് ചപ്പല് സ്ലിപ്പർ ഇങ്ങനത്തെ ഇട്ടിക്കണു ഇടണായി. ഇതേറ്റിക്കർ ആണിങ്ങള് ഇഹ്റാമിന്റെ ഡ്രസ്. പെണ്ണുങ്ങളത് എന്തുമില്ല, സാധാരണ ഇടറേതിക്കർ ഇടറെ മാത്ര മുഖ കവറാക്കുകയില്ല, മുഖം മുൻകൈ ഇത് രണ്ട് കവറാക്കാണ്ടെ ബുർക്കത്തില് ആ ഡ്രസ്സില് പെണ്ണിങ് എന്താക്കുകില്ലേ ആ ഡ്രസ്സിൽ ഇടകുൽ ആ ഡ്രസ്സ് എത്തിക്കർ ഇഹ്റാമിന്റെ ഡ്രസ്. ഇനി ഉലമാക്കന്മാർ ആ മുഖമുച്ചിര വിഷയത്തിലും കുറെ അഭിപ്രായ ചൊന്നറാറും. ഒരു പെണ്ണുക്ക് മഹറമല്ലാത്തങ്ങളെ കാണുമ്പോഴത്തേക്കു കംഫർട്ടബിൾ ആവില്ല ഉണ്ടായെങ്കിൽ അവൾക്ക് എന്താക്ക മാസ്ക് ഇടാ. അതേപോലെ മുഖത്തേക്ക് തുണി തട്ടാത്ത പോലെ ക്യാപ്പ് വെച്ചിട്ട് അതിർ മേൽക്ക് ഇങ്ങനെ തുണി ഇട്ടെങ്കും പ്രോബ്ലം ഇല്ല. മാത്ര മുഖത്തേക്ക് തുണി തട്ടറ്, അതേപോലെ ഐസ്ക്രാഫ് ഇങ്ങനത്തെതെല്ലാം മുഖത്തുകയിട്ട് ഉണ്ടാക്കി ആ ഇത് ഇടകു തീരാ ചൊല്ലതേറ്റിക്കർ ഉലമാക്കന്മാർ നമുക്ക് വിശദീകരിക്കും. അങ്ങനെ ഇഹ്റാമിന്റെ ഡ്രസ് ഇട്ടാൽ പിന്നെ ഞങ്ങൾ നീയത്ത് ബെയ്ക്കണം അല്ലേ. നീയത്ത് ബെയ്ക്കിற മാത്ര നീയത്ത് ബായിൽ ചൊല്ലണം, അത് അതിനെ മാത്രം സ്പെഷ്യാലിറ്റി എത്തിക്കർ. എന്തേ ഹജ്ജറും ഉംറത്തെ സ്പെഷ്യാലിറ്റി എത്തിക്കർ നീയത്ത് ബായിൽ ചൊല്ലരുത്. ബാക്കിന്ന് ഏത് അമലാക്കരെങ്കിലും നീയത്ത് മനസ്സിൽ കരുതണം. മാത്രമാ ഹജ്ജും ഉംറത്തില് നീയത്ത് എന്താക്കുകില്ലേ ബായിൽ ചൊല്ലുകില്ലേ. അപ്പൊ എങ്ങനെ അത് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ഇങ്ങനെ മൂന്ന് ടൈപ്പ് ഹജ്ജുണ്ട്. ഏത് ടൈപ്പ് ഹജ്ജുണ്ട്? ഒന്ന് തമത്തു ആയ ഹജ്ജ്, രണ്ട് കീറാനായ ഹജ്ജ്, മൂന്ന് ഇഫ്രാദായ ഹജ്ജ്. തമത്തു ആയ ഹജ്ജ് ചൊന്നെങ്കിൽ ഇഹ്റാം കെട്ടിട്ട് ഞങ്ങൾ എന്താക്കറ ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ ഫസ്റ്റ് ഉംറാക്കറ അവൻ ഉംറതൻ മാത്രം ചൊല്ലും. അതിൽ പിന്നെ ഞങ്ങൾ സീത മക്കത്ത് പോയിട്ട് ഉംറാക്കിട്ട് ഇത് ഷോർട്ടേജ് ചൊല്ലേ ഉംറാക്കിട്ട് തഹല്ലുൽ അവര് ആ ഇഹ്റാമിൽ ഞങ്ങൾ എന്താക്കറ ബുട്ടിട്ട് പിന്നെ ഞങ്ങൾ സാധാരണ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് മക്കത്തിലെ ഇക്ര പിന്നെ ദുൽഹിജ്ജ 8 ഞങ്ങളെ റൂമിൽ ഞങ്ങൾ എന്താക്കുക വാപ്പാസ് ഇഹ്റാം കെട്ടറ ഇഹ്റാമിലെ ഡ്രസ് ഇടറ. അപ്പൊ ഞങ്ങൾ അല്ലാഹു ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ചൊല്ലറ. അങ്ങനെ ഹജ്ജ് കെട്ടറവിടെ പിന്നെ മീനത്ത് പോയിട്ട് അങ്ങനെ പിന്നെ ഹജ്ജ് അല്ല അവിടെ. അപ്പൊ ഇങ്ങനെ ഉംറം ഹജ്ജ് ഒട്ടിയാക്കരുത്. അതായത് ഉംറം ഹജ്ജിന് ഒട്ടിയാക്കറ മാത്രം നടുവിൽ എന്തുണ്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, തഹല്ലുലുണ്ട്. അപ്പൊ അത് എത്തിക്കർ എന്ത് ചൊല്ലേ തമത്തു ആയ ഹജ്ജ്. കീറാനായ ഹജ്ജ് ചൊന്ന എന്ത് ഉംറം ഹജ്ജ് ആക്കറ മാത്ര നടുവിൽ എന്തില്ല തഹല്ലുലാവുകില്ല. ഇഹ്റാമിൽ ഡ്രസ് ഇടറ, ഇഹ്റാമിൽ ഡ്രസ് ഇട്ടിട്ട് മീക്കാത്തിൽ എന്തൊരു ചൊല്ലണു ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ വഹജ്ജൻ രണ്ട് ഒട്ടിക ചൊല്ലണം. അതിൽ പിന്നെ ഞങ്ങൾ മക്കത്ത് പോയിട്ട് അവിടെ എന്തേ തവാഫുൽ ഖുദൂമാക്കിയിട്ട് സൈ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ദുൽഹിജ്ജ 8 എന്താ പറയുക മീനത്തുക്ക് പോണ്ടി. അപ്പൊ ഡയറക്റ്റ് അവിടെ പിന്നെ തഹല്ലുലാവുകില്ല, മുടിയെടുത്തിട്ട് തഹല്ലുലാവുകൂ ഇല്ല. അപ്പൊ ഇത് കയറ്റിക്കൽ എന്തൊരു ചൊല്ലേ കീറാനായ ഹജ്ജ്, ഹജ്ജുൽ ഖീറാൻ. മൂന്നാമത്തത് ഇഫ്രാദ്. ഇഫ്രാദ് എന്താ അവിടെ ഉംറില്ല, ഡയറക്റ്റ് ഹജ്ജിಗೆ പോണ്ടി. മീഖാത്തിൽ അവിടെ എന്താക്കുക ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ മാത്ര ചൊന്തു പിന്നെ സീത ദുൽഹിജ്ജ 8 മക്കത്ത് പോയിട്ട് തവാഫുൽ ഖുദൂമാക്കിയിട്ട് പിന്നെ ദുൽഹിജ്ജ 8 ഞങ്ങൾ മീനത്ത് പോണ്ടി. ഇതേ ടിക്കർ ഇങ്ങനെ 3 ഹജ്ജ് ഉണ്ട്. ഇതിൽ ഏത് അഫ്ളലായിട്ടുള്ള ഹജ്ജ്, ഏത് അഫ്ളലായ ഹജ്ജ്?
അഫ്ളലായ ഹജ്ജ് അഭിപ്രായ വ്യത്യാസമുണ്ട്. എല്ലാ ഉലമാക്കന്മാരും എന്താക്കിയത്, കുറെ ഉലമാക്കന്മാർ തമത്തുവായ ഹജ്ജ് അഫ്ളൽ ചൊല്ലാറ്, കുറെ ഉലമാക്കന്മാർ ഖീറാനായ ഹജ്ജ് തിക്ര് അഫ്ളലും ചൊല്ലാറ്, കുറേങ്ങ ഇഫ്രാദായ ഹജ്ജ് തിക്ര് അഫ്ളലും ചൊല്ലാറ്. അത് എല്ലാത്തിനും അങ്ങനെ ഒരു കാരണമുണ്ട്. തമത്തുവായ ഹജ്ജ് തിക്ര് അഫ്ളലും ചൊല്ലുறாங்க എന്തൊരു ചൊല്ലുறோம்? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിറങ്ക് കൽപ്പിച്ചിര തമത്തുവായ ഹജ്ജാക്കുക തിക്ര്. അങ്ങനെ തിക്ര് അത് അഫ്ളലാവറേ ചൊന്തു. ഖീറാനായ ഹജ്ജ് അഫ്ളൽ തിക്രன்னு ചൊല്ലുறாங்க എന്തൊരു ചൊല്ലുறோம்? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമത്തുവായ ഹജ്ജ് കൽപ്പിച്ചെങ്കിൽ നബി ആക്കിയത് ഖീറാനായ ഹജ്ജ് തിക്ർ. ഹജ്ജും ഉംറ ഒട്ടിಗೆ ಬಂಡೆ ഖീറാനായ ഹജ്ജ് തിക്ർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. അങ്ങനെ സബദൈ തിക്ർ അഫ്ളൽ ഉണ്ടൈ തിക്ർ ചൊല്ലുற. മൂന്നാമത്തെ ആൾമാർ ഇഫ്രാദായ ഹജ്ജ് തിക്ർ അഫ്ളൽன்னு ചൊല്ലുறாங்க എന്തിരെ? അവന്റെ മനസ്സിൽ വേറെ ഒരു നിയ്യത്തും ഇക്കില്ല, കാലി ഹജ്ജിറ മാത്രം നിയ്യത്തിക്കർ. അങ്ങനെ തിക്ർ അത് അഫ്ളൽன்னு ചൊല്ലുறாங்க. ഏതും നമുക്ക് ഏതും സ്വീകരിക്കാം. അപ്പൊ യാരത്തങ്ങ് സ്വീകരിക്കുന്നത് ഞങ്ങളെ റായത്തിൽ അല്ലെങ്കിൽ കൂട്ടുക എന്തിന് തമത്തുവായ ഹജ്ജ് തിക്ർ. ചമ്മ ബിസി ഞങ്ങ കച്ചവടത്ത് വന്നു അത്ര ഇപ്പുറം പോകാവില്ല, അങ്ങനത്തെ എന്താക്ക ഇഫ്രാദായ ഹജ്ജ് സ്വീകരിക്കാം. അല്ലേ, 8 രണ്ട് ഡയറക്റ്റ് പോയിട്ട് 12 പറ ഒരു നാൾ മുതലേ പറ, പ്രോബ്ലം ഇല്ല. 13 തോൽ നിൽക്കുന്നുണ്ടില്ല. കുറെ ആൾമാർ അങ്ങനെ നിൽക്കാർ, അറബിമാരല്ല കുറെ ആൾമാർ അങ്ങനെ നിൽക്കാർ, ഇഫ്രാദായ ഹജ്ജ് ആക്ര നിൽക്കാർ. അതേപോലെ ഖീറാനായ ഹജ്ജ് അങ്ങനെ വേണ്ടങ്ങ അങ്ങനെ ഉമ്മാക്കാം. ഏതും ചൊന്ന വന്ന വിഷയം എന്തിരെ തമത്വമായ ഹജ്ജ് ആക്രങ്ങ തിക്കർ യാറുള്ളി. അപ്പൊ ഞങ്ങളുടെ ഇപ്പുള്ള ഇവിടെ മീക്കാത്തല തിക്ക് ഞങ്ങൾ വന്ന ആ ഓപ്പസ് ഞങ്ങൾ റിട്ടേൺ അവിടെ മീക്കാത്തിക്ക് പറ. അപ്പൊ മീക്കാത്തുള്ള ഞങ്ങൾ എന്താക്കിയ ഡ്രസ് ഇട്ടിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ഉംറ എന്തൊരു ചൊല്ലോ, ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ ചൊന്തു ഞങ്ങൾ എന്താക്കുന്നു ചൊല്ലും. ലബ്ബൈക് അല്ലാഹുമ്മ ഉംറത്തൻ ചൊന്നയിൽ പിന്നെ പിന്നൊരു വേർഡ് ഞങ്ങൾ ചൊല്ലും. എന്തത്? ഫഇൻ ഹബസനി ഹാബിസൻ വമഹല്ലി ഹൈതു ഹബസ്തനി. അല്ലാഹുറൊട്ടിക്ക് ഞങ്ങൾ ചൊല്ലും ഫഇൻ ഹബസനി ഹാബിസൻ വഹൈതു മാ ഹബസ്തനി ചൊന്നെങ്കിൽ ആ ഇഹ്റാം കെട്ടിയൽ പിന്നെ എന്തേലും ഒരു തട ബന്ത് ഞങ്ങൾക്ക് പിന്നെ ഉംറമാ ഹജ്ജ ആക്കുക ആയില്ല. അപ്പൊ അവിടെ ഞങ്ങൾ എന്താക്കുക നിപ്പാട്ര ചൊന്തു ആ ഒരു പൽക്ക് ഞങ്ങൾ എന്താക്കുന്നു ഫസ്റ്റിಗೆ ആ നിയത്തിനൊട്ടിಗೆ ചൊല്ലോണം. അത് ചൊന്നില്ല ಅಂತಾയെങ്കിൽ ഞങ്ങൾക്ക് എന്തേ ഒരു തടയ ബന്ത് ആക്കുക ഇല്ല, രോഗിയായ അല്ലെ എന്തേ ഒന്ന് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലായ ഞങ്ങൾക്ക് ഹജ്ജാക്കുക ഇല്ല, ഉംറാക്കുക ഇല്ല. അപ്പൊ എന്താക്കുകൊണ്ട് ഞങ്ങൾക്ക് ഫിദിയ കൊടുക്കണം, അവർ ഫിദിയ അർത്ത് കൊടുക്കണം. അവർ അത് ചൊന്നെങ്കിൽ പ്രോബ്ലം ഇല്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് ചൊല്ലുന്നത് ഹൈറൈറ്റിക്കറി. പെണ്ണിങ് അല്ലത് ശ്രദ്ധിക്കണം. അത് പെണ്ണിങ് എപ്പ ഹൈല അവരും ചൊല്ലോ സാധ്യല്ല. അപ്പൊ അങ്ങനെ സബിൽ പെണ്ണിങ് അത് ചൊല്ലുന്നത് ഹൈറൈറ്റിക്കർ. അങ്ങനെ ഞങ്ങൾ എന്താക്കുക ഇത് ചൊന്നിട്ടാൽ പിന്നെ തൽബിയത്ത് സ്റ്റാർട്ട് ആക്കുക. മീഖാത്തിൽ പിന്നെ ഞങ്ങൾ തൽബിയത്ത് സ്റ്റാർട്ട് ആക്കുക. തൽബിയത്ത് എന്തിരെ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഇത് അല്ലാഹുറൊട്ടിಗೆ പ്രഖ്യാപിക്കരെ തൗഹീദിരെ പ്രഖ്യാപനൈത്തിക്കർ. അല്ലാഹുരെ മാത്രം ഞങ്ങൾ ഇബാദത്താക്കരെ ചൊല്ലുന്നതിരെ പ്രഖ്യാപനൈത്തിക്കർ. അങ്ങനെ പിന്നെ തൽബിയത്ത് ഞങ്ങൾ സ്റ്റാർട്ടാക്കിയ ആ തൽബിയത്ത് എങ്ങനെ ചൊല്ലണം? ഓരോരുത്ത ചൊല്ലണം. ഒരാൾ ചൊന്നു കൊടുക്കരേ ബാക്കി ഞങ്ങൾ ഏത്തു ചൊല്ലറേ, ഇത് ഇല്ല, അത് വിദാത്തൈത്തിക്കർ. അവനിಗೆ എങ്ങനെ ചൊല്ലുക മനസ്സുണ്ട് അങ്ങനെ ചൊന്നോ പോണ്ടി. അവന്റെ മനസ്സിൽ കേൾക്കിற പോലെ മനസ്സിലല്ല തെല്ലു ജോറ് ചൊല്ലണം. അത് തൽബിയത്ത് അങ്ങനെ ചൊന്നോ പോകുമ്പത്തേക്ക് ഒട്ടിಗೆ അവിടെ അതിൽ പ്രോബ്ലം ഇല്ല. അതല്ലാണ്ട് എന്താക്കോ തീരാ ഒരാൾ ചൊന്തു പിന്നെ പിന്നോടത്ത് ಬೇರಂಗ എല്ലാവരും ഏത്തു ചൊല്ലറ അങ്ങനെ ചൊല്ലறது ഇല്ല, അത് വിദാത്തൈത്തി. അങ്ങനെ തൽബിയത്ത് ഞങ്ങൾ പിന്നെ ചൊന്നോയിക്കും. ഞങ്ങൾ ആ മീക്കാത്തിര ಬಿಟ್ಟಿಟ್ಟು ഞങ്ങൾ മസ്ജിദുൽ ഹറമുക്ക് കാബ കാണ്ടോടുത്തോളൂ ഞങ്ങൾ എന്താക്കും ഈ തൽബിയത്ത് ഞങ്ങളെ ബായിൽ ഇക്കോണ്ട് അത് ഞങ്ങൾ ചൊന്നോയിക്കോണ്ട്. അങ്ങനെ മക്കത്തിക്ക് ഞങ്ങൾ മക്കത്തിക്ക് എൻട്ര ആയാൽ പിന്നെ ഫസ്റ്റ് ഞങ്ങൾ സ്വാഭാവികമായിട്ട് റൂമ് പോണ്ട, ഞങ്ങളെ ബാഗ് അത് വയ്ക്കുക. അതേപോലെ അവിടെ ഞങ്ങൾ എന്താക്കുക ഉദു ആക്കിയിട്ട് ഉംറാക്കുക. ഫസ്റ്റ് ഞങ്ങൾ ഭർത്താവറ അല്ലെ ഉംറാക്കുക ഭർത്താവറ. അപ്പൊ ഉംറാക്കുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ മസ്ജിദുൽ ഹറമുക്ക് അവിടെ പോണ്ട. മസ്ജിദുൽ ഹറമുക്ക് എൻട്ര അവിടെ ഇരിക്കുമ്പോൾ ഉദു ഉണ്ടാ ഗ്യാരണ്ടി ബർത്തോണ്ട് അല്ലെ, ഗ്യാരണ്ടി ആക്കുന്നു നക്ക് ഉദു ഉണ്ടായില്ലേ. കാരണം എന്റെ തവാഫുക്ക് ഉദു മസ്റ്റ്. തവാഫുക്ക് ഉദു ഇല്ലാണ്ട് തവാഫ് ആക്കിയെങ്കിൽ ആ തവാഫ് സ്വീകാര്യാവില്ല. ഇസ്ലാമില് രണ്ടേ ഇബാദത്ത് കൈത്തിക്കറ് വുദു ബേനാവൃതു. ഒന്ന് തവാഫ്, പിന്നൊന്നു ആ നിസ്കാരം. മുസഹഫ് തൊടുற വിഷയത്തിൽ ഉലമാക്കന്മാരുടെ ഇഖ്തിലാഫുണ്ട്. കുറെ ഉലമാക്കന്മാർ വുദു ഇല്ലാണ്ട് തൊടു തീര ചൊല്ലാറ്,
തൊടാണ്ടും ചൊല്ലാറ് അത് ഇഖ്തിലാഫുണ്ട്. അതിൻ്റെ ഗ്യാരണ്ടി ആയിട്ടുള്ളത് ഇത് ജണ്ട് ഇബാദത്തെ ടിക്കർ തവാഫിൽ ഉദു ഇല്ലാണ്ട് തവാഫ് സ്വീകാര്യമല്ല. അപ്പൊ അത് കഴിത്ത് മസ്ജിദുൽ ഹറംಗೆ ಎಂಟ್ರ ಅವಡಿக்கு ಮೊದಲೇ ಉದು ಆಕಿ പോണ്ടതിനല്ലേ ഉൽഗ പോയിട്ട് ഉദു ആക്കുന്നത് കഷ്ട സാധ്യല്ല. അപ്പൊ അത് കഴിത്ത് അവിടെ ഞങ്ങൾ എന്താക്കുന്നു ಎಂಟ್ರ ಅವಡಿக்கு ಮೊದಲೇ ಉದು ಆಕಿತ್ತು ഞങ്ങൾ ಎಂಟ್ರ ಆಗುമ്പോഴത്തേക്ക് എല്ലാ പള്ളിക്ക് പോ ദുആ എല്ലാ പള്ളിക്ക് ഞങ്ങൾ ಎಂಟ್ರ ആകുമ്പോൾ ചൊല്ലുற ദുആ ഞങ്ങൾ ദുആ ഇറക്കും അല്ലേ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ അലി മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക. അങ്ങനെ ಎಂಟ್ರയിൽ പിന്നെ സാധാരണ പള്ളിയിൽ ഞങ്ങൾ ಎಂಟ್ರയിൽ പിന്നെ എന്താക്കുക തഹിയത്ത് ജനറൊക്കെ നിസ്കരിക്കുക. മാത്ര ഞങ്ങൾക്ക് എന്താക്കുകയില്ല അവിടെ ഉംറക്ക് പോണ്ടെങ്കിൽ തഹിയത്ത് നിസ്കരിക്കുകയില്ല. സീത തവാഫ് ജാഗിക്ക് മത്താഫ് കൈ തിക്കർ പോണ്ടി മത്താഫ് കീഴാക്കൃതി തിക്കർ എല്ലാത്തിൻ്റെ അഫ്ദൽ മേലാക്കിറങ്ങ അങ്ങ ഈ ക്രൗഡ് കണ്ടിട്ട് കുറേ ആൾമാർ എന്താക്കാറ് മേലാക്കാറ്. മേല് ഒരു ചുത്ത് വേണ്ടത് കീഴ് 3 ചുത്ത് വേണ്ട എത്ര ഉണ്ട് അല്ലേ. കുറേ ആൾമാർ ആരോഗ്യം ನಾನು ತಲೆ ಯಾರೋ ಕೂಲಿ ಎಲ್ಲ ಗಿಟ್ಟಿಟ್ಟು ಚೊಂದಂದಾಕ್ರ ಮೇಲ್ ಬೈಟ್ ಹಾಕ್ರ ಉಲ್ಲಾರ್ ಅಂಕ ಅದ್ರಲ್ಲಿ ಕೂಲಿ ಎಲ್ಲ ಗಿಟ್ರಿ അതങ്ങനെ സ്വന്ത തടിരെ മേങ്ങന്താക്ര ബച്ചുവാട്രി എപ്പം ഞങ്ങ ഇബാദത്തർ വിഷയത്തിൽ സെലക്ട് ആക്കുമ്പോൾ സുലാഭത്യത എന്താക്കണം സെലക്ട് ആക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 വിഷയ കിട്ടിയെങ്കിൽ അതിൽ സുലാഭത്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി സെലക്ട് ആക്കി. ഒരാള് ഹജ്ജിക്ക് നടന്നോ വന്ന അല്ലേ അത് അവനുകു പോയിട്ട് അവൻ്റെ ആ കഷ്ട അവൻ്റെ തടിരെ അവനെ കഷ്ടപ്പറപ്പാട്ടിയല്ലാണ്ട് വേറെ എന്തോ അല്ല. അതിൽ എക്സ്ട്രാ കൂലി എന്തും ഇല്ല. ഇത്ര നല്ല വാഹനം അതേപോലെ ഫ്ലൈറ്റಲ್ಲಿ ഇക്കറി ഈ കാലഘട്ടത്തിൽ നടന്നു കൊണ്ടിരുന്നെങ്കിൽ അത് അവൻ്റെ തടിಗೆ ഉപ്പതറാക്കിയല്ലാണ്ട് വേറെ എന്തോ അല്ല. അപ്പൊ അത് കഴിത്ത് സുലാഭത്യത എന്താക്കും ഞങ്ങൾ സെലക്ട് ആക്കും. ഏതും ഞങ്ങൾ തവാഫ് ആക്കുമ്പോൾ കീഴിൽ പോയിട്ട് തവാഫ് ആക്കൃതിക്ക് എല്ലാ തൻ്റെ ഹൈറായിട്ടുള്ളത്. അങ്ങനെ തവാഫ് ആക്കുമ്പോൾ ഞങ്ങൾ എന്താക്കുന്നു ഫസ്റ്റ് ഞങ്ങളെ ഈ ഞങ്ങൾ ഷോൾഡർക്ക് ഇട്ട തുണി അതിൽ ഞങ്ങൾ എന്താക്കുന്നു ബലത്തെ കൈ കാണുന്ന പോലെ ഈ തുണിരെ അടിയിലെടുത്തിട്ട് ഇങ്ങനെ ഇടണം. ഇത് കവറാവും. ಇದಕ್ಕೆ ചൊല്ലി ഇൽത്തിബായ ആ ഒരു സ്റ്റൈലിലെത്തിക്കറു ഞങ്ങൾ ആ തുണിര ഇടണായി. അതിട്ടിട്ട് ആണിങ്ങ പെണിങ്ങ എന്താക്കുകയില്ല ആണിങ്ങ ആ തുണിര ഇങ്ങനെ ഇട്ടിട്ട് ബലത്തെ കൈ കാണുന്ന പോലെ ഇട്ടിട്ട് ഹജറുൽ അസ്വദ് ഏത് ജാഗയിലുള്ള എന്ത് നോക്കും. ഹജറുൽ അസ്വദ് അതിൽ നേര് ഡയറക്ഷനിൽ എന്തുണ്ട് നല്ല ഗ്രീൻ ലൈറ്റ് ഉണ്ട് ഇങ്ങനെ ഉദ്ദത്ത് ട്യൂബ് ലൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഗ്രീൻ ലൈറ്റ് നോക്കണം. അല്ലെങ്കിൽ ഹജറുൽ അസ്വദ് എവിടെ ഞങ്ങൾക്ക് കാണേണ്ടത് അവിടെ പോയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കണം. അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് അതിൽ മുട്ട പോകും സാധ്യമില്ല. എല്ലാത്തിൻ്റെ അഫ്ളൽ എന്തിനാ മുട്ട പോയിട്ട് അതിൽ ഡയറക്റ്റ് മുത്തുർദൈറ്റിക്കറ് അത്ര ഇന്നത്തെ കാലത്ത് അത് സാധ്യമേ ഇല്ല. അപ്പൊ ഞങ്ങൾ എന്താക്കണം അവിടെ കൈ വയ്ത്തിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊന്തു തവാഫ് ആക്കുക സ്റ്റാർട്ട് ആക്കും. തവാഫ് ആക്കുക എത്ര തവാഫ് 7 തവാഫ് അല്ലെ 7 ಬಟ റൗണ്ട് ആക്കും. ಅದರಡಲು ಉದು പോയെങ്കിൽ എന്താക്കണു അവിടെ നിപ്പാട്ടിട്ട് സീത ഒതു ആക്കിയിട്ട് ബന്ത് അതിൽ കണ്ടിന്യൂ ആക്കണം. നിസ്കാരത്തെ പോലല്ല. നിസ്കാരം ഉണ്ടെങ്കിൽ ലാസ്റ്റ് അത്തയ്യാത്തിൽ ഉതു പോയെങ്കിൽ പാടെ ഒതുവാക്കി ബന്ത് സുറുത്ത് സ്റ്റാർട്ട് ആക്കും അല്ലേ. മാത്ര തവാഫ് അങ്ങനല്ല. തവാഫ് നടുവിലെ ഉതു പോയിട്ടായെങ്കിൽ ഒതുവാക്കി ബന്ത് അതിൽ കണ്ടിന്യൂ സ്റ്റാർട്ട് ആക്കിയ മയ്യോ. ഓക്കെ അതിൽ കണ്ടിന്യൂ ആക്കിയ മയ്യോ. അങ്ങനെ തവാഫിന്റെ നടുവിൽ ഏത് ദുവ വേണേ നമുക്ക് ദുവാർക്കാം. ഞങ്ങളെ മനസ്സിലുള്ള എല്ലാ ദുവാം നമുക്ക് എന്താക്കാം അള്ളാഹുരൊട്ടിಗೆ ഞങ്ങളുടെ ലാംഗ്വേജിലും അറബിലും ഏത് ലാംഗ്വേജിലും നമുക്ക് അവിടെ ദുവാർക്കാം. മാത്രമാ റുക്നുൽ യമാനിരെ ഹജറുൽ അസ്വദ് എത്ര എടുത്തോളൂല്ലേ ആ ലാസ്റ്റ് കോർണർ അതിൽ പ്രത്യേകമായ ഒരു ദുവ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുവാർന്നത്. അതായത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ ദുവ ഞങ്ങൾ അവിടെ ആ ജാഗയിൽ മാത്രം ദുവാർക്കും. ബാക്കിന്റെ ജാഗയിൽ നമുക്ക് ഏത് വേണം ദുവാർക്കും. അവിടെ കുറേ ആൾമാർ പണ്ടാറ് ഒരാളിങ്ങനെ ദുവാർക്കറേ ബാക്കി ഞങ്ങൾ അത് ഏത്ത് ചൊല്ലറേ അതെന്തും തില്ല. അതെല്ലാം അതെല്ലാം ബിദഅത്തായിട്ടിക്ക്. കുറേ ആൾമാർ പാട്ട് പാടിയിട്ടല്ല ദുവാർക്കറ. അപ്പൊ അതെല്ലാം അതിലുള്ള എന്തെങ്കിലും ഒരു ഇഖ്ലാസ് ഇല്ല. ഞങ്ങളെ മനസ്സിൽ അങ്ങനെ അങ്ങായിട്ട് ദുവാർക്കും വെറ്റിക്കറ എന്താ വേണ്ടേ ഇഖ്ലാസ് വേണ്ടേ. അപ്പൊ അങ്ങനെ 7 റൗണ്ട് ആയിട്ട് ആ റൗണ്ട് അടിക്കും. ആ തവാഫില് ഫസ്റ്റ് റൗണ്ട് റംലിന്ന് ചൊല്ലാറ്. റംല് റൗണ്ട് അടിക്കും. റംല് തവാഫ് ആക്കുന്നു ചെന്നെങ്കിൽ തെല്ല് ഫാസ്റ്റ് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് തെല്ല് ഫാസ്റ്റ് നടക്കരേക്ക് എത്തിക്കുന്ന എന്തൊരു ചൊല്ല് റംല്. ഇത് ആണിങ്ങ മാത്രം 3 ആ തവാഫ്. അത് സാധ്യനെ മാത്രം ചിലപ്പോ ക്രൗഡിലെല്ലാം സാധിക്കാല. അപ്പൊ സാധ്യനെങ്കിൽ മാത്രം അതാക്കണം. അത് സുന്നത്തായിട്ടിക്കറ്. അപ്പൊ അങ്ങനെ സാധ്യന ഉണ്ടായെങ്കിൽ ആ റംല് നമുക്ക് ആക്കാം. ഇനി ആ തവാഫിൽ പിന്നെ എന്താക്കൂല്ലേ മഖാമു ഇബ്രാഹിം പെറോളു ജനറക്കാൻ നിസ്കരിക്കുന്നുണ്ട്. ആ ജനറക്കാത്ത് ഞങ്ങൾ എവിടെ വേണമെങ്കിൽ നിസ്കരിക്കാം. മഖാമു ഇബ്രാഹിം പെറോളു ഞങ്ങൾക്ക് നിസ്കരിക്കും ഇപ്പൊ സാധ്യമില്ല. അപ്പൊ പള്ളിയുടെ ഏത് ഭാഗത്തുള്ള ഞങ്ങൾ എന്താക്കുക അവിടെ പോയിട്ട്
തവാഫിൽ ജൻറക്കാത്ത് നിസ്കരിക്കും. അങ്ങനെ നിസ്കരിച്ചാൽ പിന്നെ ഞങ്ങൾ എന്താക്കൂല്ലേ, സുന്നത്തായ ഒരു കാര്യത്തിക്ക് സംസം തന്നി കുടിക്കരുത്. സംസം തന്നി അവിടെ കുടിക്കണം, അത് സുന്നത്തായി ടിക്കർ. അങ്ങനെ അതിൽ പിന്നെ എത്തിക്കർ ഞങ്ങൾ പിന്നെ എന്താക്കോ പോണ്ടേ, സായി ആക്കോ പോണ്ട് അല്ലേ. സായി ആക്കോ പോകുമ്പോ അതിൽ പിന്നെ ഒതു എന്നില്ലെങ്കിൽ പ്രോബ്ലം ഇല്ല. ഒതുവോട് പിന്നെ തവാഫിലും നിസ്കാരത്തിലേറ്റിക്കർ. പിന്നെ ഒതു പോയെങ്കിൽ പ്രോബ്ലം ഇല്ല. സായി ആക്കൃതിൽ ഒതു ബേനൂട്ടില്ല. അപ്പൊ ഞങ്ങൾ എന്താക്കറ, സായി ആക്കോ പോണ്ട. സായി ആക്കോ പോയിട്ട് അവിടെ ഫസ്റ്റ് ഞങ്ങൾ പോണ്ടേ സഫ ഗുഡ്ഡർ അവിടെ എത്തിക്കും. സഫ ഗുഡ്ഡ, മർവ ഗുഡ്ഡ, ജണ്ട് ഗുഡ്ഡ. ആ ജണ്ട് ഗുഡ്ഡല് ഫസ്റ്റ് ഞങ്ങൾ സഫ ഗുഡ്ഡർ അവിടെ പോണ്ട. അവിടെ ഞങ്ങൾ എന്താക്കറ നിന്നിട്ട് ഇന്ന സഫ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഅതമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇത് ഞങ്ങൾ ആ ആയത്ത് ഓതും, കംപ്ലീറ്റ് ആയിട്ട് ഓതും. അതിൽ പിന്നെ ഒരു ദുആ ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസഹു വഅദഹു വനസറഹു അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദഹു. ഇത് ഞങ്ങൾ എന്താക്കണം, അവിടെ ദുആ എടുക്കണം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇതിൽ സ്ക്രീനിൽ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ നോക്കിയിട്ട് എന്താക്കുക, ദുആർക്ക പഠിച്ചു വെക്കണമെങ്കിൽ അത് നല്ലൊരു ഹൈറൈറ്റിക്ക്. ദുആർക്ക് പ്രത്യേകമായ ദുആർക്കുള്ളിൽ കാലി 4-5 ജാഗയിൽ മാത്രം. പിന്നെ നമുക്ക് എങ്ങനെ വരും ദുആർക്ക. അപ്പൊ ഇങ്ങനെ 4-5 ജാഗയിൽ ദുആ പഠിച്ചു വെച്ചെങ്കിൽ അത് ഹൈറൈറ്റിക്ക്. അപ്പൊ കൂടെ ഞങ്ങൾ സായി ആക്കരേക്ക് സ്റ്റാർട്ടിക്ക് മുന്നോട്ട് ഇങ്ങനത്തെ ഈ ദുആ ഞങ്ങൾ എന്താക്കുന്നു, ദുആർന്നു. അതിൽ പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് എത്ര പേരെ ദുആർക്ക. അതിൽ പിന്നെ ഞങ്ങൾ എന്താക്കുന്നു, സഫത്തെ മറുവത്തേക്ക് നടക്കണം. അതിൽ ഇടയിൽ പച്ച ലൈറ്റ് കാണുന്നുണ്ട്. ആ പച്ച ലൈറ്ററോടെ തെല്ല് ഫാസ്റ്റ് നടക്കണം. ഓട ചൊന്നെങ്കിൽ അങ്ങനെ വലിച്ചു ഓടറല്ല, ഓട്ടം നടത്തത്തെ നടുവിലുള്ള ചെറിയ ഒരു ഓട്ട. അത് ആ പച്ച ലൈറ്റ് അവിടെ ഇട്ട് ಅದರ നടുവിലെത്തിക്കണം. അത് ആണിങ്ങ മാത്രം, പെനിങ് അല്ല, ആണിങ്ങ മാത്രം. അതിൽ പിന്നെ മറുവത്തേക്ക് ഞങ്ങൾ എത്ര, ആ മറുവത്ത് കയറ്റിക്കറ് ഒരു സായി. മറുവത്തെ പിന്നെ പാട് ഞങ്ങൾ ഇവിടെ വേണ്ട, സഫത്തേക്ക് വേണ്ട. അത് എത്തിക്കറ് എന്തേ അതെ മറുവത്തെ പിന്നെ സഫത്ത് വേണം. അത് ജണ്ട് സഫത്തെ മറുവത്ത് 3. കുറെ ആൾമാർ എന്താ സഫത്ത് മറുവത്ത് പോയിട്ട് മറുവത്തെ സഫത്ത് വന്ന് അത് 1 കണക്കാക്കാർ. ಅಂಕ ಪೋಣಾಲು ಬಟ್ಟ ನಡ್ಕೊಣವ್ರು അങ്ങനല്ല. സഫത്തെ 61, പർവത്തെ സഫത്ത് 2, സഫത്തെ 63, മറുവത്തെ സഫത്ത് 4, സഫത്തെ 65, മറുവത്തെ സഫത്ത് 6, പിന്നെ സഫത്തെ 67. ഒരു ഫുൾ റൗണ്ട് ജണ്ട്. അങ്ങനെ 3 ഫുൾ റൗണ്ടും ഒരു പാതി റൗണ്ട്. അങ്ങനെ 7 സായി എത്തിക്കുക. ലാസ്റ്റ് എണ്ടവര് മറുവത്തിലേറ്റിക്ക്. അങ്ങനെ മറുവത്തിൽ ഞങ്ങൾ അവിടെ ഉണ്ടാക്കുക. സായി ഉണ്ടാക്കിയാൽ പിന്നെ അവിടെ എന്താക്കുകയില്ല, ജണ്ടറക്കാൻ നിസ്കരിക്കുകയില്ല. എത്ര ആൾമാർ അവിടെ നിന്ന് നിസ്കരിക്കാർ. അത് വിദാത്ത എത്തിക്കർ, ഇസ്ലാം പഠിപ്പാട്ടാത്തത് എത്തിക്കർ. അപ്പൊ ഞങ്ങൾ അവിടെ എന്താക്കുകയില്ല, ജണ്ടറക്കത്ത് അവിടെ നിസ്കരിക്കുകയില്ല. ആ മറുവ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്താക്കുക, സീത പുറത്ത് പണ്ട മസ്ജിദുൽ ഹറമിന്റെ പുറത്ത് വന്നതിൽ പിന്നെ ഞങ്ങൾക്ക് എന്താക്കുകയില്ല, പിന്നെ ഉള്ളില് കാലി മുടിയെടുക്കും. അത് ഞങ്ങൾക്ക് ബാർബർ ഷോപ്പ് പോയിട്ട് ഞങ്ങൾ എന്താക്കണം, അവിടെ മുടിയെടുക്കും. അവിടെ കുറെ ആൾമാർ റോഡിലെല്ലാം നിന്നിട്ട് ആ ബാർബറുണ്ടെല്ലാം വിളിക്കാറ്. അവളുടെ പോണ തീരാ ചെന്നൈ അതെന്താ വന്നിട്ടുണ്ട്. കുറെ ചില പെട്ടെല്ലാം പോലീസ്മാർ വന്ന് ഓട് പാട്ടുറാറ്. അപ്പൊ അവൻ പാതി മുടിയെടുത്ത് തിന്നേം പിന്നെ പാതി മുടിയിൽ നടക്കണം പറഞ്ഞ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അഞ്ഞല് നിന്നിട്ട് ഞങ്ങൾ എന്താക്കും, എന്താ പർത്തല് നിന്നിട്ട് മുടിയാട് പാട്ടുണ്ട. ഞങ്ങൾ ബാർബർ ഷോപ്പുക്ക് അവിടെ പോയിട്ട് മുടിയാട് പാട്ടുறது ടിക്കറ് ഹൈർ. അങ്ങനെ മുടിയെടുക്കരോടത്ത് കൂടി ഞങ്ങൾ എന്താ അവിടെ പിന്നെ തഹല്ലുൽ ഔറ. പിന്നെ അവിടെ ഇഹ്റാമുക്ക് ഞങ്ങൾ എൻ്റർ ആകുമ്പോഴത്തേക്കു എന്തെല്ലാം ഞങ്ങൾക്ക് ഹറാമായി തിಂತ അത് പിന്നെ എല്ലാം എന്താ അവിടെ ഹലാൽ അവർ. ഇഹ്റാമുക്ക് എൻ്റർ ആയാൽ പിന്നെ എന്തെല്ലാം ഹറാം അവർ, മുടിയെടുക്കരുത്, അതേപോലെ ഉಗುರೆടുക്കരുത്, അതേപോലെ പെർഫ്യൂം ഇടുறது, നിക്കാഹ് ആവുறது, പൊതു തേടുறது, പെണ്ണുങ്ങൾട്ടേക്ക് ബന്ധപ്പെടുறது, ഇതെല്ലാം ഹറാമായി തിക്കർ. അങ്ങനെ ഞങ്ങൾ പിന്നെ മുടിയെടുക്കരോട് കൂടിയിട്ട് പിന്നെ എല്ലാം എന്താ അവർ ഹലാൽ അവർ. അത് കഴിത്തിക്കറ് എന്താക്കറ് തഹല്ലുൽ ഔറേಂಟು ചെല്ലുക. അപ്പൊ ഇത് കൂടെ എന്തായിത്ത് ഞങ്ങള് ഉംറയിത്ത്. അങ്ങനെ ഞങ്ങൾ തമത്വമായ ആ ഹജ്ജ് നിർവഹിക്കുമ്പോഴത്തേക്ക് അവിടെ എന്താവു, അതിൽ ഒന്നാമത്തെ ഞങ്ങൾ എന്താക്കിയ ഉംറാക്കിയിട്ട് തഹല്ലുലായിട്ട് പിന്നെ ഞങ്ങൾക്ക് സാധാരണ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ മക്കത്തിൽ ഞങ്ങൾക്ക് അവിടെ എത്ര പെട്ട് പിന്നെ തവാഫാക്കിയിട്ടും നിസ്കരിച്ചുണ്ടും അതേപോലെ ഞങ്ങൾക്ക് എന്തെല്ലാം ദിക്റാക്കുകൊണ്ട് ദുആർക്കുകൊണ്ട് എല്ലാം ഞങ്ങൾ അവിടെ മേയ്ക്കുക. ആയെങ്കിൽ മക്കത്തെ പുറത്തു പോത്തീറ, മക്കത്തെ ബൗണ്ടറിയുടെ പുറത്തു പോത്തീറ. കുറെ ആൾമാർ ഇനിയും ഉണ്ട്
പിന്നെ ഞങ്ങൾക്ക് എന്താക്കുള്ളേ ദുൽഹിജ്ജ 8 പറയുമ്പോ ഹജ്ജ് ഞങ്ങൾ എന്താക്കുക അവിടെ സ്റ്റാർട്ടാക്കുക. അപ്പൊ ഇത്ര കേട്ടതിൽ ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാ, എന്തെങ്കിലും ഒന്നും സംശയം ഉണ്ടാ? സംശയം നിങ്ങൾക്ക് കേൾക്കാം. അത് സുന്നത്ത്. മീഖാത്ത് കൂലി ഇഹ്റാം കൂലി സുന്നത്ത്, വാജിബല്ല. ബൗണ്ടറി ಬಿಟ್ಟು ಹೋಗಿಲ್ಲ, ಜಿದ್ದತ್ಗ അല്ലെങ്കിൽ ಬೇರೆವಡಿಗ ಹೋಗಿಲ್ಲ, മദീനല്ല ಹೋಗಿಲ್ಲ. ഞങ്ങ തഹല്ലുല ഇത് തമത്വായ ഹജ്ജിരെ നീയത്ത് വെച്ചിട്ടുണ്ടായെങ്കിൽ അതല്ല, ഞങ്ങൾ കാലി എന്തൊരു ഇഫ്രാദായ ഹജ്ജ് ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് എന്താക്ക ഫസ്റ്റ് ഉംറാക്കിയിട്ട് പിന്നെ മദീനത്ത് പോയിട്ട് പിന്നെ ഞങ്ങൾ മീക്കാത്ത് വന്നിട്ട് അവിടെ അപ്പോൾ കാലി ഹജ്ജിറ മാത്രം നീയത്ത് വെച്ചിട്ട് ഇഫ്രാദായ ഹജ്ജാക്ക. തമത്വായ ഹജ്ജിറെ നീയത്ത് വെച്ചാൽ പിന്നെ ഇഹ്റാമറെ ಬಿಟ್ಟು മസ്ജിദുൽ ഹറംറെ ആ ബൗണ്ടറി പാസ്സാവുകയില്ല. അതെ, മക്കത്തെ ആ ബൗണ്ടറി ഉൽഗത്തില് മക്കച്ചൊന്നും കാലി മസ്ജിദുൽ ഹറംറെ ബൗണ്ടറി അല്ല, മസ്ജിദുൽ ഹറംറെ ബൗണ്ടറി വലിയുണ്ട്. ആ മക്ക ബൗണ്ടറി അದ್ರ ഉൽഗത്തില് ഓടെ വേണമെങ്കിൽ ഇഷ്ടമാവാം. இல்ல அதே அது நான் இப்ப சொல்றேன் இன்ஷா அல்லாஹ். அதுல கொரிய ಈ ಮೊಯ್ಲಾಕಮ್ಮಾರೆಲ್ಲ എന്താಕ್ರ ವಸ್ವಾಸ ಹಾಕ್ರ, അവിടെ നിങ്ങൾ ഫിദിയ കൊടുക്കണം അങ്ങനെ ഇങ്ങനെയുള്ള കുറേ ആൾമാർ വസ്വാസ. അവിടെ എന്തോ അങ്ങനെ തമത്വായ ഹജ്ജ് നീയത്ത് വെച്ചെങ്ക് അങ്ങ മീക്കാത്തിൽ എന്താക്കാറ് ഇഹ്റാം കെട്ടിട്ട് എൻ്റർ ഔടാറ്. പിന്നെ ഹജ്ജിക്ക് വാപ്പസ് പാടെ മീക്കാത്ത് പിറകില്ല, ഇഹ്റാം കെട്ടും ഇല്ല. മക്കത്തിലെ മീന അവിടെ അങ്ങ് ഇല്ല ജാഗയിൽ എന്താക്കുന്നു ഇഹ്റാം കെട്ടും, ഉള്ള ജാഗയിൽ ഇഹ്റാം കെട്ടിട്ട് പിന്നെ മിനത്ത് പോണ്ടു. അല്ല 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 ഇഹ്റാം കെട്ടറ് ഇല്ല 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 ഫിദിയ കൊടുക്കില്ല. ഫിദിയ കൊടുക്കുകൊണ്ട് എപ്പ മീക്കാത്തിൽ ഇഹ്റാം കെട്ടാണ്ടെ ಎಂಟರ್ ಆಯ ಹೊರ್ತ ಉಮ್ರತ್ತಿಗೆ. അപ്പൊ അവനക്ക് ನೆನಪೈತಿ ನಾ ഇഹ്റാം മീക്കാത്തിൽ എന്താക്കിട്ടില്ലേ, ഇഹ്റാം കെട്ടിട്ടില്ലേ, നീയത്ത് വെച്ചിട്ടില്ലേ, അപ്പൊ അവനക്ക് എന്താക്കൂല്ലേ ഫിദിയ കൊടുക്കൂല്ലേ. അവിടെ മക്കത്ത് അങ്ങ് ಎಂಟರ್ ആകുമ്പോഴത്തേക്ക് എന്താ മീക്കാത്തിൽ നിയത്ത് വെച്ച് തേത്തിക്ക് എൻ്റർ അവിടെ. അങ്ങനെ സബുൽ ഹജ്ജിരെ ഇഹ്റാം കെട്ടും എന്താക്കുകയില്ല, ഫിദിയ കൊടുക്കുകയില്ല. ഹജ്ജിരെ കർമ്മ എങ്ങനെ ഏത് രൂപത്തിൽ നിർവഹിക്കരെ ചൊല്ലുന്ന വിഷയത്തിക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഹജ്ജ് 6 നാളിലെ തിക്കറ് നിർവഹിക്കര്. ദുൽഹിജ്ജ 8, ദുൽഹിജ്ജ ഒലിമ്പോ, ദുൽഹിജ്ജ 10, 11, 12, 13 ഇങ്ങനെ 6 നാളിലെ തിക്കറ് ഹജ്ജ് കർമ്മ ഉള്ളേ. അപ്പൊ ഈ ഓരോ നാളിക്ക് ഓരോ പേരുണ്ട്. ദുൽഹിജ്ജ 8ക്ക് യൗമു തർവിയ, ദുൽഹിജ്ജ ഒലിമ്പകു യൗമു ആറഫ, ദുൽഹിജ്ജ 10 യൗമു നഹർ, ദുൽഹിജ്ജ 11 യൗമുൽ ഖർ, ദുൽഹിജ്ജ 11 യൗമുൻ നഫറുൽ അവൽ, ദുൽഹിജ്ജ 13 യൗമുൻ നഫറുൽ സാനി. ഇങ്ങനെ ഓരോ നാൾക്ക് ഓരോ പേരുണ്ട്. അപ്പൊ ഇതില് ദുൽഹിജ്ജ 8 ഞങ്ങ ഉംറാക്കിട്ട് തഹല്ലുലായിട്ട് അല്ലായിത്തിന്ന പിന്നെ ഞങ്ങ ദുൽഹിജ്ജ 8 റൂമുലു എന്താക്കൂല്ലേ ഞങ്ങൾക്ക് ഇഹ്റാമിന്റെ ഡ്രസ് ഇടവും. ജണ്ട് ഞങ്ങൾ പട ചൊന്ന പോലെ ജണ്ട് തുണി ആണിങ്ങ, അതേപോലെ പെരിങ്ങ മുഖ കവറാക്കാത്തെ, അതേപോലെ മുൻകൈ കവറാക്കാത്തെ ഇഹ്റാമിന്റെ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് അവിടെ എന്താ ചൊല്ലുകൊണ്ടു ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ, ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ ചൊന്തൈത്തിക്ക് പിന്നെ അങ്ങ് ആ ഇഹ്റാമിക്ക് എൻ്റർ അവിടെ. അപ്പൊ അവിടെ റൂമാക്കർ എന്താക്കണു അത് ഏതേത് ജാഗയിൽ ഉല്ലേച്ചൊന്തല്ല നോക്കിയിട്ട് ഇപ്പൊ അസീസിയത്തിലുള്ള റൂമാക്കറക്ക് ഡയറക്റ്റ് മിനത്ത് മുട്ടത്തില് നടന്നു പോവാം. ബാക്കി ഞങ്ങൾക്ക് ഗാഡി പിടിച്ചിട്ടുള്ള പറഞ്ഞോട്. അപ്പൊ ഞങ്ങ സീത ആ റൂമിൽ എവിടെ പോണ്ടേ, മിനത്ത് പോണ്ടു. അങ്ങനെ മിനത്ത് പോയിട്ട് ലൊഹർക്ക് മുന്നോലു അവിടെ എത്തണം, ലൊഹർക്ക് മുന്നോൽ അവിടെ എത്തണം. ലൊഹർ മുന്നോൽ എത്തിയതിൽ പിന്നെ അവിടെ ലൊഹർ നിസ്കാരം എങ്ങനെ ജൻറക്കാത്ത് ലൊഹർ അതത് ടൈമിക്ക് നിസ്കരിക്കണു, ജൻറക്കാത്ത് നിസ്കരിക്കും, ജമ്മ ഇല്ല
മിനത്തിൽ എന്തില്ല ജമ ഇല്ല. ജൻറക്കത്ത് കസറാക്കി നിസ്കരിക്കര്, അതത് ടൈമിക്ക് നിസ്കരിക്കര്. ലൊഹർക്ക് ജണ്ട്, അസർക്ക് ജണ്ട്, അത് 8 റണ്ട് സ്റ്റാർട്ടിങ് റണ്ട്. അപ്പൊ അവിടെ നമുക്ക് വേറെ പ്രത്യേകമായിട്ടുള്ള എന്തില്ല ഇബാദത്ത് എന്തില്ല. ഞങ്ങൾ അവിടെ ദിക്റും ദുആ ഖുർആൻ ഓത്തു ഇങ്ങനെ ഇബാദത്തിൽ നമുക്ക് എങ്ങനെയുള്ള മുഴുകുക അവിടെ അങ്ങനെ ഞങ്ങൾ എന്താക്കും അവിടെ മുഴുകും. അവിടെ പിന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇത് ലാൻഡ് മാർക്കല്ല, ഞങ്ങൾ നോക്കി വയ്ക്കരുത് നല്ല ഇട്ട് ചൊല്ലാറ്. പിന്നെ നെക്സ്റ്റ് മിനത്ത് പറയുമ്പോൾ ഗുർത്ത കിട്ടും. അപ്പൊ അത് കഴിത്ത് അവിടെ ലാൻഡ് മാർക്കല്ല ഗുർത്ത വയ്ക്കരുത് നല്ല. പിന്നെ ഇത് ടിക്കറ് എന്തൊരു മിനത്തിൽ ഞങ്ങൾക്ക് ആക്കില്ല. പിന്നെ ദുൽഹിജ്ജ ഒലിമ്പോ യൗമു അറഫ, ഈ യൗമു അറഫ പിറ്റാണ്ട് അത് ലൊഹർക്ക് മുന്നോലു എത്തിയമ്മയോ. അപ്പൊ ഞങ്ങളുടെ മിനത്തിൽ സുബൈ നിസ്കരിച്ചാൽ പിന്നെ സൂര്യ ഉദിച്ചിട്ടാൽ പിന്നെ അവിടെ എന്താ അവിടെ ഞങ്ങൾ ഭർത്താവ്. ഓക്കെ, അപ്പൊ അവിടെ ഞങ്ങൾ എന്താ അവിടെ സൂര്യ ഉദിച്ചാൽ പിന്നെ അവിടെ ഭർത്താവ്. അത് അങ്ങനെ ടെൻറ്റ് അങ്ങ അവിടെ ബസ്സെല്ലാം ഉണ്ടോ അല്ല, ആ ബസ് അങ്ങ് എന്താക്കാറ് അങ്ങനെ ഇത് ബസ് കിട്ടിട്ട് അങ്ങനെ കുട്ടിയെ പോണ്ടാറ്. അത് ഞങ്ങൾ എങ്ങനെ പോകണ്ട, ഏത് രൂപത്തിൽ പോകേണ്ട ടെൻഷൻ ആക്കുന്നുണ്ടല്ലേ. അങ്ങനെ സൂര്യ ഉദിച്ചാൽ പിന്നെ ഞങ്ങൾ അവിടെ ഭർത്തായിട്ട് പോണ്ട, സീതാ മസ്ജിദുൻ നമീർ ആ ജാഗെಗೆ ತಿಕ್ಕರು പോണ്ടി ಜಮ ಅಲ್ಮಾರ್. ಆ ಮಸ್ಜಿದುನ್ ನಮೀರ್ ಉಲ್ಲೆ ಜಾಗೆ, ಮಸ್ಜಿದುನ್ ನಮೀರ ಮೇ ಪಾದಿ ಜಾಗೆ അറഫത്ത് പറത്തുണ്ടു, പാതി ജാഗ അറഫത്ത് ഉൾകൊണ്ടു. അപ്പൊ ആ ഒരു ഭാഗത്ത് തിക്കറ് പോണ്ടു. ഇനി ആ പിന്നെ എന്താ അവിടെ റഷ് ആവും, പിന്നെ ആ ജാഗയെല്ലാം കിട്ടില്ല. പിന്നെ ഡയറക്റ്റ് എന്താക്കാം നമുക്ക് അറഫത്തേക്ക് പോവാം. അവിടെ ഹുത്തുബാവുട്, ആ മസ്ജിദുൻ നബിയിലെ തിക്കറ് ഹുത്തുബാവുട്. ചിലപ്പോൾ ഈ അറഫത്തുള്ളെങ്കിൽ ഈ ഹുത്തുബെല്ലാം കേൾക്കുകയാവില്ല, അത്ര ക്രൗഡിക്ക്. അപ്പൊ അവിടെ എന്താക്കുന്നു, ഞങ്ങൾ തെച്ചു കൊടുക്കണം. പിന്നെ അവിടെ നിസ്കാരമാകുമ്പോൾ ഞങ്ങൾ എന്താക്കുന്നു, നിസ്കരിക്കണം. എങ്ങനെ നിസ്കരിക്കരേ, ലഹറും അസറ് ജമ ആക്കിയിട്ട് കസറാക്കി നിസ്കരിക്കും. പിന്നെ അറഫത്തിൽ ഞങ്ങൾക്ക് എന്താക്കൊണ്ടു പ്രത്യേകമായ ദുആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിരെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദുആ തിക്ർ ഞങ്ങൾക്ക് അവിടെ പ്രത്യേകമായിട്ട് ദുആർക്കോൽ. അത് യാറെ ഞങ്ങൾ അവിടെ എന്താക്കണം ദുആർക്കണം. അതല്ലാത്ത ഞങ്ങൾ ദുആ കിബ്ലത്തുക്ക് നേരെ നിന്നിട്ട് അള്ളാഹുരൊട്ടിക്ക് ആ ടൈമിൽ ദുആർക്കരുത്. അത് വലിയ പ്രതിഫലമുള്ള, അതേപോലെ യാറെ സ്വീകരിക്കപ്പെടുന്ന ദുആ തിക്ർ ചൊല്ലതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്. അറഫത്തെ നാളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ അടിമരങ്ങളെ മുട്ടബണ്ട ചൊന്ത തിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. അടിമമാരുടെ മുട്ടബണ്ട, അതേപോലെ മലക്കുമാരൊട്ടിക്ക് അള്ളാഹു കേൾക്കുற നന്റെ അടിമമാർ എന്തൊരു കേട്ടോല്ലേ, മലക്കുമാർ ചൊല്ലാറ് അള്ളാഹുവെ മഗ്ഫിറത്ത് കേട്ടോല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ചൊല്ലാറ് അവിടെ ആറുള്ളാറ അങ്ങക്ക് എല്ലാവർക്കും നാ മാഫാക്കി കൊടുത്തേ ಅಂತ ചൊല്ലാറ്. അപ്പൊ അത്ര വലിയ മഹത്തുള്ള ജാഗേറ്റിക്ക് എന്തൊരു അറഫ ചൊല്ലറ്. അപ്പൊ ആ അറഫിൽ ഞങ്ങ അവിടെ ദുവാർന്നു എത്ര ഞങ്ങൾക്ക് ദുവാർക്കോ അവിടെ അത്ര ഞങ്ങ ദുവാർന്നു വയ്ക്കും. അതിൽ പിന്നെ അറഫർ ഞങ്ങൾ അവിടെ മനസ്സിലാക്കൂല. അറഫർ ഉൽഗമേ ഉള്ളമാട്ട് ഞങ്ങൾ എന്താക്കണം, ഗ്യാരണ്ടി ആക്കും. അറഫർ പറത്തിക്കോത്തിർ അറഫർ ഉൽഗ ലൊഹറിൽ പിന്നെ എത്തിക്കർ അറഫർ ടൈം സ്റ്റാർട്ട് അവർ അവിടെ ഞങ്ങൾ മഗ്രിബ് തോലും അറഫലിക്കും. മഗ്രിബ് സൂര്യ അസ്തമിക്കറോട് തോലും അറഫലിക്കും. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ 7:04 കൈത്തിക്കർ മഗ്രിബ് വാങ്ങാറ്. അവിടെ മക്കത്തെ ടൈം അനുസരിച്ചിട്ട് 7:04 കൈത്തിക്കർ മഗ്രിബ് വാങ്ങാറ്. അപ്പൊ അവിടെ ആ മഗ്രിബ് 7:04 തോൽ ഞങ്ങൾ അവിടെ മിക്കും. പിന്നെ അവിടെ നിസ്കരിക്കാണ്ട് അവിടെ ഭർത്താവും അറഫത്ത് അതെ അവിടെ നിസ്കരിക്കുകയില്ല. മഗ്രിബ് നിസ്കാരം അവിടെ നിസ്കരിക്കുകയില്ല. സീതാ അവിടെ ഞങ്ങൾ മുസ്ദലിഫക്ക് ഭർത്താവും. അതിൽ പിന്നെ മുസ്ദലിഫല് അവിടെ ഉണ്ട് ജാവും ഞങ്ങൾ എന്താക്കുക അവിടെ സ്റ്റേ ആവും. ഫസ്റ്റ് പോയൻകമേ മഗ്രിബ് നിസ്കരിക്കും. മുസ്ദലിഫല് പോയൻകമേ ഞങ്ങൾ മഗ്രിബ് നിസ്കരിക്കും. അതെങ്ങനെ മഗ്രിബ് 3 ഇഷാ ജമാക്കിയിട്ട് ഞങ്ങൾ നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുക, അല്ല വേറെ അതത് ടൈമിൽ നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിക്കുക. പിന്നെ അവിടെ വേറെ പ്രത്യേകമായ ഇബാദത്തില്ല, അവിടെ പ്രത്യേകമായ ഒരു ഇബാദത്തില്ല. പിന്നെ അവിടെ എന്താക്കൂല്ലേ, മുസ്ദലിഫല് പോയിട്ട് വർങ്ങുകൈത്തിക്കറുള്ളി വർങ്ങരുതൈത്തിക്കർ സുന്നത്ത്. കുറെ ആൾമാർ വിചാരിച്ചിട്ട് ജാമാനല്ല ഇബാദത്താക്കിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടിയെങ്കിൽ അത് നല്ല ഇബാദത്തൈത്തിക്കർ അല്ല. അവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ദലിഫല് വർങ്ങിറ് ഇത്ര നിസ്കരിക്കാം. പ്രോബ്ലം മാത്ര വേറെ പ്രത്യേകമായില്ല ആ ഇബാദത്ത് അങ്ങനെ വർക്ക് വിടുന്നത് എന്തും ഇല്ല. അവിടെ വർങ്ങരുതൈറ്റിക്കര് എന്തായിട്ടുള്ളത് സുന്നത്തായിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബൈ ഫജ്ർ തോലു അവിടെ അണ്ട് വർങ്ങിരുണ്ടൈറ്റിക്കര് നമുക്ക്
ഹദീസിൽ കാണാൻ സാധ്യത. അങ്ങനെ പിറ്റാണ്ട് ഫജർ നിസ്കാരത്ത് സൂര്യ ഉദിക്രയ്ക്ക് മുന്നോലെ ദുൽഹിജ്ജ 12 ഞങ്ങളുടെ ഭർത്താവും. അങ്ങനെ മിന ദുൽഹിജ്ജ 12 യൗമുൻ നഹറിന്റെ തിക്ർ അണ്ടത്തെ ചൊല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇഷ നിസ്കരിക്കൂ ടൈം ആയിട്ട്. ഇനി ബാക്കി വിഷയം നമുക്ക് നിസ്കാരയിൽ പിന്നെ കണ്ടിന്യൂ ആക്കാം. ഹജ്ജറെ കർമ്മ തിക്ർ ഞങ്ങൾ ചൊന്ന വന്ന വിഷയ ಏನೋರ್ಕ ಅದ್ರ ಶಾರ್ಟ್ ಐತು ಸ್ಟಾರ್ಟ್ ಆಕ. ദുൽഹിജ്ജ 8 ഇഹ്റാം കെട്ടിട്ട് ലബ്ബൈക് അല്ലാഹുമ്മ ഹജ്ജൻ ചൊന്തു മിനത്തുക്ക് പോണ്ട. മിനത്തില് ലഹർക്ക് മുന്നലെ അവിടെ എത്തിയിട്ട് ലഹർ ജൻറക്കാത്ത് ആ ടൈമുക്ക്, പിന്നെ അസർ ആകുമ്പോ അസർക്ക് ജൻറക്കാത്ത് നിസ്കരിച്ചിട്ട്, അതേപോലെ മഗ്രിബുക്ക് 3 റക്കാത്ത്, ഇഷാക്ക് ജൻറക്കാത്ത്, അങ്ങനെ നിസ്കരിച്ചിട്ട് അതത് ടൈമുക്ക് നിസ്കരിച്ചിട്ട് പിന്നെ ഞങ്ങൾ പിറ്റാണ്ട് ഫജർ നിസ്കരിച്ചിട്ട് എന്താക്കുക, അറഫത്തുക്ക് സൂര്യ ഉദിച്ചിട്ടാൽ പിന്നെ അറഫത്ത് പോകണ്ട. അറഫത്തില് അവിടെ ലൊഹർക്ക് മുന്നലായിട്ട് എത്ര ലൊഹറിൽ പിന്നെ എത്തിക്കറ അറഫ സ്റ്റാർട്ട് ആവും, ടൈം സ്റ്റാർട്ട് ആവും. ആണ് അവിടെ ഒരു ഖുത്തുബിക്കറ്. പിന്നെ അവിടെ എന്താക്കൂല, നമുക്ക് ലൊഹർ മസർ ജമ്മു കസറാക്കി നിസ്കരിക്കുന്നു. അറഫല് മഗ്രിബ് തോല് അവിടെ നിൽക്കും, മഗ്രിബ് തോൽ നിൽക്കും. മഗ്രിബ് മുന്നോൽ അവിടെ ഭർത്താവുകില്ല, മഗ്രിബ് തോൽ നിൽക്കരുത് വാജിബൈത്തിക്ക്. അങ്ങനെ മഗ്രിബിൽ പിന്നെ അവിടെ എന്താക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുകയില്ല. അറഫല് സീത എന്താക്കൂലെ, സീത മുസ്ദലിഫക്ക് പോകില്ല അല്ലേ. അങ്ങനെ മുസ്ദലിഫല് അണ്ട് ജാവുക ഞങ്ങളുടെ പോയിട്ട് എന്താക്കുക, വർഗറ മുസ്ദലിഫല് വർഗർ തേറ്റിക്കറ പോയൻക്കുമേ 3 റക്കാത്ത് മഗ്രിബ് 2 റക്കാത്ത് ഇഷ നിസ്കരിച്ചിട്ട് അതിൽ പിന്നെ അവിടെ ആ മുസ്ദലിഫല് വർഗർ തേറ്റിക്കർ സുന്നത്ത്. പിന്നെ മുസ്ദലിഫൽ അണ്ട് ജാവിടി ഇൻത്ത് പിറ്റാണ്ട് സുബൈക്ക് മുസ്ദലിഫല് നിസ്കരിച്ചിട്ട് ഫജർ ജൻറക്കാൻ നിസ്കരിച്ചിട്ട് സൂര്യ ഉദിക്രയ്ക്ക് മുന്നോളൂ, സൂര്യ ഉദിക്രയ്ക്ക് മുന്നോൾ അവിടെ ഭർത്തവർ ഓടെ ഭർത്തവരും മിനത്തുക്ക്. അപ്പൊ ഇത്ര തിക്രി വിഷയം ഞങ്ങ ചൊന്നു വന്ന വിഷയം. ഇനി മിനത്തില് ദുൽഹിജ്ജ 12 യൗമുൻ നഹർ, ആ മിനത്തിൽ ഞങ്ങൾക്കാക്കുള്ളേ 5 ഇബാദത്തുണ്ട്, പ്രധാനപ്പെട്ട 5 ഇബാദത്ത്. ഏതല്ല? ഒന്ന് ജംറത്തുൽ കുബ്രൽ കല്ലെറിയത്, രണ്ടാമത്തേത് ബലി കൊടുക്കരുത്, മൂന്നാമത്തേത് മുടിയെടുക്കരുത്, നാലാമത്തേത് തവാഫുൽ ഇഫാദ, അഞ്ചാമത്തേത് സായി. ഇങ്ങനെ 5 കർമ്മത്തിക്ക് മിനത്തിൽ അണ്ട് ആക്കുകൊള്ളു. അപ്പൊ ഒന്നാമത്തേത് അത് ഏത് ക്രമം വേണം സ്വീകരിക്കാം, അപരിപ്രായങ്ങൊന്നും പ്രോബ്ലം ഇല്ല. ഇന്നതേൽ പിന്നെ ഇന്നതേ ആവണം, ഇന്നതേൽ പിന്നെ ഇന്നതേ ആവണം, അങ്ങനെ ഒന്നും ഇല്ല. ഏത് ക്രമവേനെയും നമുക്ക് സ്വീകരിക്കാം. അപ്പൊ ഞങ്ങൾ സാധാരണ എല്ലാവരും പോണ്ട് മിനത്തിക്ക് എത്തിയേ പിന്നെ ലൊഹർ നിസ്കരിച്ചിട്ടാൽ പിന്നെ ഓടെ പോണ്ടേ ജംറത്തുൽ കുബ്ര. ജംറത്തുൽ കുബ്രക്ക് കല്ലെറിയൊക്കെ പോണ്ടാർ. 7 കല്ലൈത്തിക്ക് ഫസ്റ്റ് രണ്ട് ഞങ്ങൾക്ക് എരിയൊകില്ല, 7 കല്ല് അതിരണ്ട് യാറില്ല. ജംറത്തുൽ കുബ്രൽ മാത്രം എരിയോഗു. 3 കല്ലെറിയ ജാഗയുണ്ട്. ഒന്ന് ജംറത്തു സുഗ്ര, അതേപോലെ ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ കുബ്ര. ഫസ്റ്റ് രണ്ട് ദുൽഹിജ്ജ 12 കാലി ജംറത്തുൽ കുബ്രല് 7 കല്ല് മാത്ര എരിയൊകുള്ളു. അപ്പൊ ആ 7 കറി എരിയുമ്പത്തുകു ഞങ്ങൾ എന്താക്കുന്നു, അള്ളാഹു അക്ബർ ചൊന്തു ഒരു കല്ലെറ്, പിന്നെ അള്ളാഹു അക്ബർ ചൊന്തു രണ്ടാമത്തെ കല്ലെറ്. അങ്ങനെ ഓരോരോ ബട്ടൺ അങ്ങ് കല്ലെറിയുമ്പത്തു അള്ളാഹു അക്ബർ ചൊന്തു കല്ലെറ്. അങ്ങനെ 7 കല്ല് അവിടെ എറിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ എന്താ, പിന്നെ സീത ഞങ്ങ ബണ്ട എവിടെ ബണ്ട മിനത്തവിടെ ആ ടെൻറ്ററോടെ ബണ്ട ബലി കൊടുക്കരുത്, ഹദിയ കൊടുക്കരുത് ഞങ്ങൾ ഫസ്റ്റിಗೆ ഏൽപ്പിച്ചിട്ടേര്. അങ്ങനെ ഹിസബിൽ ഞങ്ങൾ അത് തല വെച്ചാക്കൊണ്ടില്ല, അങ്ങ അതാക്കറാർ. പിന്നെ മുടിയെടുക്കറ്, പിന്നെ അവിടെ എന്താക്കറ് മുടിയെടുക്കറ. ആ മുടിയെടുത്തിട്ട് അതിൽ പിന്നെ ഞങ്ങൾ കല്ലെറോട് കൂടിയിട്ട് എന്താ പറ തഹല്ലുൽ അവറ, ചെറിയ തഹല്ലുൽ അവറ, ചെറിയ തഹല്ലുൽ. അത്രത്തോളം ഞങ്ങൾക്ക് ഉಗುರೆടുക്കരുത, അല്ലെങ്കിൽ എന്തൊരു പെർഫ്യൂം ഇടുறத, മുടിയെടുക്കരുത തീർല. ആ വലിയ ജംറത്തുൽ കുബ്രക്ക് ഞങ്ങൾ കല്ലെറോട് കൂടിയിട്ട് ചെറിയ തഹല്ലുൽ അവറ. ചെറിയ തഹല്ലുൽ ചൊന്നെങ്കിൽ പെഞ്ഞന്മാരോട്ട് ബന്ധപ്പെടുறது അപ്പം എന്തൊരു ഹറാമൈത്തിക്കർ. അങ്ങനെ പിന്നെ ഞങ്ങൾ മുടിയെടുക്കറ. മുടിയെടുത്തിട്ടാൽ പിന്നെ ഞങ്ങൾ തവാഫുൽ ഇഫാദത്തുക്ക് മസ്ജിദുൽ ഹറമുക്ക് പോണ്ട. അവിടെ തവാഫുൽ ഇഫാദ ആക്കറ. സാധാരണ ഡ്രസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് എന്താക്ക തവാഫുൽ ഇഫാദ ആക്ക. ഞങ്ങ ഉംറത്തെ തവാഫ് ആക്കുമ്പോ ഞങ്ങൾ എന്താക്കുന്ന തുണിരെ ഇങ്ങനെ എൽത്തിബാര രൂപത്തിൽ ഇട്ടുന്ന ഇവിടെ അങ്ങനെ ആക്കുന്നില്ല.
ഞങ്ങൾ തുണിട്ട് പോയെങ്കിൽ അവിടെ ഷോൾഡറിൽ മുച്ചിട്ട് ഞങ്ങൾക്ക് എന്താക്ക തവാഫാക്ക, ഇല്ലെങ്കിൽ സാധാരണ ഡ്രസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് പോയിട്ട് അവിടെ തവാഫാക്ക. മാത്രം തവാഫുൽ ഇഫാദ ആക്കരുത്, കഡായത്തിക്ക്. അങ്ങനെ തവാഫുൽ ഇഫാദ ആയിട്ട് പിന്നെ ഞങ്ങൾ എന്താക്കുക, സായി ആക്കുക. എന്ന് പഠിച്ചെന്ന പോലെ അതേ രൂപത്തിൽ സായി ആക്കുക. തമത്തു ആയിട്ട് ഹജ്ജാക്രവണു അവിടെ എന്താക്കണു, തവാഫുമാക്കണു, സായിയുമാക്കണു. മാത്രമാ ഇഫ്രാദും കാറിനായിട്ട് ഹജ്ജാക്രാങ്ങ. പഠിച്ചെന്ന പോലെ ഇഫ്രാദും കാറിനായിട്ട് ഹജ്ജാക്രാങ്ങ. അങ്ങ് ഫസ്റ്റ് സായി ആക്കി തിന്നിരെങ്കിൽ ഇപ്പൊ സായി ആക്കുന്നുണ്ടില്ല. ദുൽഹിജ്ജ 12 തവാഫ് മാത്രാക്കിയമ്മയോ, തവാഫുൽ ഇഫാദ മാത്രാക്കിയമ്മയോ അങ്ങ് ഫസ്റ്റ് സായി ആക്കിരെങ്കിൽ പിന്നെന്താക്കുന്നുണ്ടില്ല, സായി ആക്കുന്നുണ്ടില്ല. ഫസ്റ്റ് സായി ആക്കില്ലെങ്കിൽ അങ്ക് ഇപ്പൊ സായി ആക്കും. അങ്ങനെ അത് അങ്ങനെ ഓപ്ഷനുക്ക് മുട്ടതേറ്റിക്ക്. അങ്ങനെ സയ്യൽ പിന്നെ ടിക്കർ എന്താ പറയുക, പൂർണ്ണമായിട്ടുള്ള തഹല്ലുൽ അവർ. പിന്നെ മാറുട്ടി ബന്ധപ്പെടുന്നതിൽ പ്രോബ്ലം ഇല്ല. പിന്നെ അണ്ട് ഞങ്ങൾ എന്താക്ക അവിടെ മിനത്തിലെ ഇക്ര അണ്ട് മഗ്രിബും ഇഷാ അവിടെ നിസ്കരിച്ചിട്ട് പിന്നെ പിറ്റാണ്ട് ദുൽഹിജ്ജ പോണുന്നു. ദുൽഹിജ്ജ പോണെന്ന് രണ്ടും അവിടെ ഫജർ നിസ്കരിക്കര്. അങ്ങനെ ലൊഹർ നിസ്കരിച്ചിട്ട് ലൊഹറിൽ പിന്നെ ഞങ്ങൾ എന്താക്കറ കല്ലെറിയോ പോണ്ട. ദുൽഹിജ്ജ പോണെന്ന് 2 കല്ലെറ. ആ ദുൽഹിജ്ജ പോണെന്ന് 2 കല്ലെറ അങ്ങനെ 3 ജാഗ്യവും ഞങ്ങൾ എന്താക്കണു, കല്ലെറിയും. ಅಂದ್ರೆ ജംറത്തുൽ സുഗ്റ, ജംറത്തുൽ ഉസ്ത, ജംറത്തുൽ കുബ്ര ഓരോന്നിಗೂ 7 കല്ലെറിയും. 7 ഒർബട്ട കല്ലെറിയണു. ജംറത്തുൽ സുഗ്റക്ക് കല്ലെറിയണു, 7 കല്ല് ജംറത്തുൽ ഉസ്തക്ക് എറിയണു. അതേപോലെ 7 കല്ല് ജംറത്തുൽ കുബ്ര. ഇതേ ടിക്കറ് പോണെന്ന് 2 ആക്കുള്ളൂ. ആയിട്ട് പിന്നെ പിറ്റാണ്ട് അതേപോലെ 12 ദുൽഹിജ്ജ 12 ഇങ്ങനെ 3 ജാഗ്യ എന്താക്കുള്ളൂ, കല്ലെറിയോ. ലോഹർ നിസ്കരിച്ചാൽ പിന്നെ 3 ജാഗ്യക്ക് അവിടെ കല്ലെറിയോ കൊണ്ട്. ഇനി ദുൽഹിജ്ജ 12 ഒരാൾക്ക് അർജന്റ് ഉണ്ട്, അയാൾക്ക് രായത്ത് പോയിട്ട് എത്തുന്നു. അങ്ങനെ അയാൾക്ക് എന്താക്കാം, ആ ദുൽഹിജ്ജ 12 കല്ലെറിഞ്ഞിട്ട് അവിടെ പുറത്തേട്ട് പോവാ, പ്രോബ്ലം ഇല്ല. അതേ ടിക്കർ അല്ലാഹു ഖുർആനിൽ ചൊല്ലറ്, വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത് ഫമൻ തഅജ്ജല ഫീ യൗമൈനി ഫലാ ഇസ്മ അലൈഹി. ഒരാൾ ജന്നാൽ ആക്രണ്ടായെങ്കിൽ, അതായത് ദുൽഹിജ്ജ പോണെന്നും 12 കാലി ജന്നാലേ അത് ആക്രണ്ടായെങ്കിൽ അവനിക്ക് എന്തില്ല, തപ്പില്ല, അവനക്ക് പോവാണ്ട് ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലറ്. ഇനി ആ പോണ്ടത് എന്തിനാവണു, മഗ്രിബുക്ക് മുന്നോല് അവിടെ ബുട്ടിട്ടാവണം. മിനത്തെ മഗ്രിബുക്ക് മുന്നോലു അവിടെ പുറത്തേട്ട് മിന കടന്നിട്ട് പോയിട്ടാവണം. മഗ്രിബുക്ക് കഴിഞ്ഞിട്ടും അവൻ അവിടെ മിനന് ഉള്ളാണ്ടായെങ്കിൽ പിന്നെ പിറ്റാണ്ട് കല്ലെറിഞ്ഞിട്ടേ പോണം. കല്ലെറിയാണ്ട് പിന്നെ പോകൂ ഇല്ല. അപ്പൊ അത് ടിക്കർ ആ വിഷയത്തില് ഞാൻ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ പിറ്റാണ്ട് ദുൽഹിജ്ജ 13 അവൻ എന്താക്കണം, അതേപോലെ 3 ജാഗ്യവും കല്ലെറിയണം. അങ്ങനെ കല്ലെറിഞ്ഞിട്ടാൽ പിന്നെ അവിടേക്ക് എന്താവും, ഹജ്ജ് കർമ്മ പൂർത്തിയാവും. പിന്നെ ബാക്കിയുള്ളത് എന്തൊരു, തവാഫുൽ വദാ, വിദായ തവാഫ്. അത് എപ്പാക്കുള്ളേ, അത് മക്ക വിട്ടു പോണ്ടേ ഉണ്ടാക്കിയമ്മയോ. പിന്നെ ഞങ്ങൾ കുറെ ആൾമാർ എന്താ അവിടെ മക്കത്തിലെ ഇക്കറാർ, ഇത്ര നാൾ ഇക്കറാർ. അപ്പൊ ലാസ്റ്റ് റായത്ത് പോണ്ടേ അണ്ട് തവാഫുൽ വിദ ആക്കിയിട്ട് ആ മക്ക റായ വിട്ടിട്ടു പോണ്ട ടൈമിൽ എത്തിക്കും ഞങ്ങൾ തവാഫുൽ വിദ ആക്കും. റായത്ത് പോണ്ടിട്ടല്ല, ഇപ്പൊ ഞങ്ങൾ മക്കത്ത് ബൗണ്ടറി കടന്നിട്ട് എവിടേക്ക്, ജിദ്ദത്തേക്ക് പോണ്ട, അല്ലെങ്കിൽ വേറെ ജാഗയ്ക്ക് ഞങ്ങൾക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താക്കണം, തവാഫുൽ വദ ആക്കിട്ടേ പോണു. വദ ആക്കാണ്ടേ പോകു തീരാ. തവാഫുൽ വിദ അർക്കാണ് എത്തിക്കറ്. അപ്പൊ അത് കഴിത്ത് തവാഫുൽ വിദ വാജിബ് എത്തിക്കറ്. അപ്പൊ അത് കഴിത്ത് ആ തവാഫുൽ വിദ ആക്കാണ്ട് ഞങ്ങൾ അവിടെ പോത്തീറാ. തവാഫുൽ വിദ ആക്കിട്ടേ ഞങ്ങൾ അവിടെ പുറത്തായിട്ട് പോണു. പിന്നെ മക്കത്ത് പണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ല. അപ്പൊ മക്ക ബുഡ്രേക്ക് മുന്നോട്ട് തവാഫുൽ വിദ ആക്കിയെങ്കിൽ മയോ. ഇതേ ടിക്കറ് ഹജ്ജ് നിർവഹിക്കരുതരെ ചുരുക്കിട്ട് ഷോർട്ടായിട്ട് ഞങ്ങൾ മനസ്സിലാക്കുകയെന്നേ. ഇനി കൊറിയ വിഷയ ഞങ്ങൾ മനസ്സിലാക്കുള്ളത് അർക്കാണെന്തരെ വാജിബ് എന്തരെ. ഇത് രണ്ട് ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. ആയതായിട്ട് ഇതെന്തൊക്കെ ഞങ്ങൾ മനസ്സിലാക്കി വെക്കണം. അർക്കാൻ ഇല്ലാണ്ടായെങ്കിൽ അവന്റെ ഹജ്ജ് സ്വീകാര്യമല്ല, അവന്റെ ഹജ്ജ് പൊയ്ത്ത്. അവൻ പിന്നെ നെക്സ്റ്റ് വർഷ താക്കത്തെത്തിയപ്പോ എന്താക്കണു, ഹജ്ജ് ബർണു, അവന്റെ ഹജ്ജ് എന്തായിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അർക്കാൻ ചൊന്നെങ്കിൽ പില്ലർ ഏറ്റിക്ക്, ഒരൗത്ര പില്ലർ ഇന്നെങ്കിൽ അവ ഗട്ടി നിക്കറ്. അപ്പൊ അതേപോലെ ഹജ്ജിന്റെ പില്ലർ ഇന്നെങ്കിൽ മാത്രമേ ഹജ്ജ് സഹിയാവറെ.
ആ പില്ലർ തപ്പിത്തുണ്ടായെങ്കിൽ പിന്നെ ഹജ്ജ് ചെയ്യാവില്ല. അത് ബദലായിട്ട് വേറെ എന്നെ ആക്കുക അവിടെ എന്തും ആക്കുക. വാജിബ് അത് തപ്പിയുണ്ടായെങ്കിൽ എന്താക്കുകൊണ്ടു ഫിദിയ കൊടുക്കും. ഫിദിയ കൊടുത്തിട്ട് അതിനെ സമാക്കുക. അപ്പൊ വാജിബും തപ്പോ തീറ തപ്പിയെങ്കിൽ അവിടെ എന്താക്കണു ഫിദിയ കൊടുത്തിട്ട് അതിനെ സമാക്കണു. അപ്പൊ എന്തിനുള്ള അർക്കാണ് എന്തിനുള്ള വാജിബ്? അർക്കാനുൽ ഹജ്ജ് 4 എത്തിക്ക്. അർക്കാനുൽ ഹജ്ജ് 4 ഏതല്ല? ഒന്നാമത്തേത് അൽ ഇഹ്റാം, ഇഹ്റാം ഇടരുത്. ഇഹ്റാം മീക്കാത്തിൽ ഇഹ്റാം ഇട്ടിട്ട് പ്രവേശനം കൊടുത്തു, അത് വാജിബ് എത്തിക്ക്. രണ്ടാമത്തേത് അൽ വുഖൂഫ് ഫിൽ അറഫ, അറഫൽ നിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് ചൊന്നു അൽ ഹജ്ജു അറഫ, ഹജ്ജ് ചൊല്ലത് അറഫ എത്തിക്കരുത്. അപ്പൊ അറഫൽ നിക്കരുത് വാജിബ് എത്തിക്ക്, ഇത് അർക്കാൻ എത്തിക്ക്, റുക്കുൻ എത്തിക്ക്. മൂന്നാമത്തേത് തവാഫുൽ ഇഫാദ, ദുൽഹിജ്ജ 12 നങ്ങ ആക്കരെ തവാഫുൽ ഇഫാദ, അത് അർക്കാൻ എത്തിക്ക്. അതാക്കില്ലെങ്കിൽ അവന്റെ ഹജ്ജ് പോയി. നാലാമത്തേത് അസ്സഅയു ബൈനൽ മർവ, ബൈന സഫ വൽ മർവ, സഫത്തും മർവത്തും നടുവിലുള്ള സഅയ്, ദുൽഹിജ്ജ 12 ആക്കരെ ആ സഅയ്, അത് തമത്വ അത് അർക്കാൻ എത്തിക്ക്. ബാക്കി ഞങ്ങൾക്ക് കാരിനായിട്ടും ഇഫ്രാദായിട്ടും ഹജ്ജാക്കറങ്ങ അങ്കും അത് അർക്കാനെ മാത്രങ്ങ ഫസ്റ്റ് കാക്കിയെങ്കിൽ ദുൽഹിജ്ജ 12 ആക്കുന്നില്ല. ഫസ്റ്റ് കാക്കില്ല ദുൽഹിജ്ജ 12 ആക്കണം. അപ്പൊ ഇതേ ടിക്കറ് 4 അർക്കാൻ. ഇതിൽ ഏതേ ഒന്ന് തപ്പിത്തുണ്ടായെങ്കിൽ അവന്റെ ഹജ്ജേ നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ അവൻ എന്നോർക്ക് സൂറത്തെ സ്റ്റാർട്ടിങ്ങിലെ പറഞ്ഞു നെക്സ്റ്റ് വർഷം. വാജിബ് എത്ര ഉണ്ട്? ഹജ്ജറ വാജിബ് 7 കാര്യമുണ്ട്. ഏതല്ല? ഒന്ന് അൽ ഇഹ്റാമു മിനൽ മീഖാത്ത്, മീഖാത്തിൽ ഇഹ്റാം കെട്ടരുത്. അപ്പൊ നമ്മൾ പഠിച്ചൊന്ന അർക്കാണ് എന്തേ ഇഹ്റാം എത്തിക്കർ. അപ്പൊ ഇവിടെ എന്തേ മീഖാത്തിൽ ഇഹ്റാം കെട്ടരുത് വാജിബ്. ഒരാൾ ഇഹ്റാം കെട്ടരുത് അർക്കാൻ എത്തിക്കർ. ഇഹ്റാം കെട്ടണേ കെട്ടില്ല, അവനക്ക് തപ്പിത്ത് അവനക്ക് മറന്നിട്ട് അവന് പിന്നെ കെട്ട ഇഹ്റാം അവനക്ക് പിന്നെ കെട്ട. അപ്പൊ അവന്റെ വാജിബ് തപ്പിയേ എന്തൊരു തപ്പിട്ടില്ല, അർക്കാണ് തപ്പിട്ടില്ല. ഇഹ്റാം കെട്ടരുത് അർക്കാൻ എത്തിക്കർ, മാത്രം മീക്കാത്തിലേക്ക് കെട്ടരുത് വാജിബ് എത്തിക്കർ. അതേ തിക്കർ നമ്മൾ പഠിച്ചു വന്നേ. ആ മീക്കാത്തിൽ ഓർത്ത ഇഹ്റാം കെട്ടാണ്ടെ പിന്നെ വന്നെങ്കിൽ അവനെന്താവോ ആ ഫിദിയ കൊടുത്തിട്ടു പിന്നെ ഇഹ്റാം കെട്ടണു ചൊല്ലത് ടിക്കർ മനസ്സിലാക്കും. രണ്ടാമത്തേത് വാജിബായിട്ടുള്ളത് ഉഖൂഫ് ഫിൽ അറഫ ഇലൽ ഗുറൂബ്, അറഫൽ നിക്കരുത് അർക്കാൻ എത്തിക്കർ. ആയെങ്ക മഗ്രിബ് തോൽ നിക്കരുത് വാജിബ് എത്തിക്ക്. അപ്പൊ അറഫൽ വർത്ത ലൊഹറിൽ നിണ്ട അസറാമ്പത്ത് കൗണ്ടർ പോയ അവന്റെ അർക്കാണൈത്ത് മാത്രമാ വാജിബ് തപ്പിത്ത്. അപ്പൊ അവൻ എന്താക്കുന്നു ഫിദിയ കൊടുക്കും പിടിയത്തല്ലേ. അപ്പൊ മഗ്രിബ് തോല് നിക്കരുത് വാജിബ് എത്തിക്ക്. മൂന്നാമത്തേത് അൽ മബീതു ഫി മുസ്ദലിഫ, മുസ്ദലിഫൽ സ്റ്റേ ആവുന്നത്, മുസ്ദലിഫൽ സ്റ്റേ ആവുന്നത് വാജിബ് എത്തിക്ക്. നാലാമത്തേത് റമിയുൽ ജിമാർ, കല്ലെറത് വാജിബ് എത്തിക്ക്. അഞ്ചാമത്തേത് അൽ മബീതു ഫിൽ മിന ഫി അയ്യാമി തശ്രീഖി ലൈലത്തൈനി, മിനല് അയ്യാമു തശ്രീഖ് 2 മിനല് 2 ജാവു നിക്കരുത് വാജിബ് എത്തിക്ക്. അതായത് ദുൽഹിജ്ജ പോണെന്ന് ദുൽഹിജ്ജ 12 അവിടെ മിനത്തിൽ നിക്കരുത് വാജിബ് എത്തിക്ക്. 2 നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ പഠിച്ചെന്ന പോലെ പിന്നെ പോണ്ടെങ്കിൽ അവനക്ക് എന്താക്ക പോവാ മഗ്രിബ് മുന്നോൽ അവനോട്ട് മുട്ടുത്താവും. ആറാമത്തേത് ഹൽഖു ഷായിർ, മുടിയെടുക്കരുത്, മുടിയെടുക്കരുത് വാജിബ് എത്തിക്ക്. ഏഴാമത്തേത് തവാഫുൽ വദാ, ലാസ്റ്റ് തവാഫ് വിദായ തവാഫ്, അതും വാജിബ് എത്തിക്ക്. ഇതിൽ ഏതേ ഒന്ന് തപ്പിത്തുണ്ടായി അവൻ എന്താക്കണു ഫിദിയ കൊടുത്തിട്ടു അതിരെ സമാക്കണു. ഇല്ലെങ്കിൽ അവന്റെ ഹജ്ജ് സമാവില്ല ചൊല്ലത് ടിക്കർ ഞങ്ങൾ മനസ്സിലാക്കൂല. അപ്പൊ ഇത് വാജിബ് ഐത്തിക്ക് അർക്കാനും വാജിബ് ഇത് ഞങ്ങൾ മനസ്സിലാക്കും. സുന്നത്തായത് എത്രമാ ഉണ്ട് അത് ഞങ്ങൾക്ക് ഇതല്ലാത്തതെല്ലാം എന്തിരിക്കർ സുന്നത്തായ വിഷയത്തിക്ക്. അപ്പൊ ഇത്ര വിഷയത്തിക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചൊല്ലുക ഉദ്ദേശിച്ചേ. ഇൻഷാല്ല എന്ത് ഡൗട്ട് ഇന്നെങ്കിൽ കേക്കൊരു ഗൊന്തുള്ളത് ചൊല്ല, ഗൊന്തില്ലാത്തത് പിന്നെ ഇൻഷാല്ല അറിഞ്ഞിട്ട് ചൊല്ല. മുസ്ദലിഫലല്ല കല്ലേറ്, മീനത്തിൽ അത് ദുൽഹിജ്ജ 12 7 കല്ലെറിയും. ഏത്
ഫസ്റ്റ് 2 ദുൽഹിജ്ജ 10 ഇത് ജംറത്തുൽ കുബ്ര അവിടെ മാത്രം 7 കല്ലേരിയും അതവിടെ പോയി ചൊല്ലവർ ഞാൻ പോയിട്ടില്ല അങ്ങനെ അതങ്ങളൊട്ടിക്ക് അല്ലേ അത് നിങ്ങൾ അവിടെ കേട്ടിട്ട് അറിഞ്ഞിട്ട് ജംറത്തുൽ കുബ്ര എവിടെ അറിഞ്ഞിട്ട് നിങ്ങൾ എന്താക്കുന്നത് അവിടെ പോയി കല്ലേരി 7 കല്ലേരിയും രണ്ടാമത്തെ 21 മൂന്നാമത്തെ 21 നാലാമത്തെ 21 ಟೋಟಲ್ 7 ಕಲ್ಲೇರಿಯವು ನಾಲ್ಕು ಕಲ್ಲೇರಿಯಗೊಂಡು ಟೋಟಲ್ 7 ಕಲ್ಲು ಫಸ್ಟ್ 7 ಕಲ್ಲು ബാക്കിന്ന് 3 4 21 21 ഇല്ല 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 വർക്ക മധുമയോ ഏത് തവാഫുൽ ഇഫാദ അത് ദുൽഹിജ്ജ 12 ഇനി 12 തവാഫുൽ ഇഫാദ ആയില്ലെങ്കിൽ പോണെന്ന് 2 ആക്കാം പ്രോബ്ലം ഇല്ല മാത്ര ആക്കണം തവാഫുൽ ഇഫാദ അത് ഞാൻ ചൊന്നേ പോണെന്ന് 12 കമ്പൽസറി സ്റ്റേ ആവണം 13 അല്ല 12 ലൊഹർക്ക് മഗ്രിബിക്ക് മുന്നോളു ഔട്രെ ബുട്ടിട്ടാവണം 21 എത്ര 42 പിന്നെ 7 49 അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാൽ കഴിഞ്ഞിട്ട് പിന്നെ എന്താക്ക നിങ്ങൾ പോവാണ്ട് ചെന്നത് ജന്നാൽ കഴിഞ്ഞിട്ട് പോവാ അതെ വാ കമ്പൽസറി പിന്നെ മഗ്രിബ് പിന്നെ അവിടെ നിന്നെങ്കിൽ മൂന്നാമത്തേതും കമ്പൽസറി വരും 13 സ്റ്റേ ആവണേ കമ്പൽസറി മഗ്രിബ് മുന്നോൾ പോയില്ല ഉണ്ടായി പോണാൽ 2 ഇല്ലല്ലോ 13 ലാസ്റ്റ് കല്ലെറിഞ്ഞ അവിടേക്ക് തീർ 13 അയ്യാക്ക് ತವಾಫುಲ್ ಇದ ಬೇರೆ ಹಾಕೋಣ ಅದು ಅವ್ರೆ ಬುಟ್ಟು ಬಂಡೆ ಇಕ್ಕ ಮೊದಲು ನಂಗೆ ತವಾಫುಲ್ ವದ ಹಾಕೋಣ ಅದಲ್ಲಿ ಪಿನ್ನ ಅದು ಹಾಕೋಣ ತವಾಫುಲ್ ವದ ಹಾಕೋಣ ತವಾಫುಲ್ ಇಫಾಲ ರುಕ್ಕುನ್ ಐತಿಕ್ರಿ ತವಾಫುಲ್ ವದ ವಾಜಿಬ್ ಐತಿ ಸಹಿ ಹಾಕಿ ಪಿನ್ನ ವದ ಹಾಕಿ ಬನ್ನಿ തവാഫില് ജൻറക്കത്ത് സുന്നത്ത് നിസ്കാരം ആക്ക തവാഫുൽ ഇഫാദ പോണൊന്നും 12 ആക്ക 12 ആക്കരുതേറ്റിക്ക് ഖൈർ അഫ്ളൽ ക്ലിയർ ആവും പിന്നെ ഓപ്ഷൻ അതെ അപ്പുറം ഇപ്പുറം ആക്കരുത് ഓപ്ഷൻ ഇല്ല ഇല്ല തവാഫ് മാത്രം